ആമേൻ, ആമേൻ, ആമേൻ. മനോഹരമായൊരു പ്രഭാതം സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുവാനായിട്ടിടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലിരിക്കാം. ഹല്ലേലൂയ. നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്, പിതാവേ, ലോകത്തിന് നിന്നെ അറിയുകയില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞ ആ സന്ദേശവുമായിട്ടുള്ള വെളിച്ചത്തിൽ അക്കരെ നാട്ടിലെ അപ്പൻ്റെ അടുക്കിലേക്കുള്ള യാത്രയാണിത്. ഇതുമായുള്ള ബന്ധത്തിൽ പ്രിയ സഹോദരങ്ങളെ, ഇതാ നമ്മൾ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കാൻ പോകുന്നത്, ഈ ജനമെല്ലാം അവരുടേതായ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഓടുകയാണ്. അവർ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഓടി 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 പ്രശ്നം പരിഹരിക്കപ്പെടാതെ അവരോട് അവസാനിക്കുകയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു അവരോട് പറഞ്ഞു കൊടുത്ത ഒരു ഒറ്റ മൂല്യമാണ്, നിങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടുകയാണ്. എന്നാൽ എല്ലാ വിഷയങ്ങൾക്കുള്ള ഒറ്റമൂലി കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, അതോടുകൂടെ ഇതെല്ലാം ചേർന്ന് നൽകപ്പെടും. ഒറ്റമൂലി. ഏത് വിഷയമാണോ, ഫാമിലി പ്രശ്നമാണോ, ദൈവരാജ്യം അന്വേഷിക്കുക. വയറ്റിപ്പഴുപ്പിൻ്റെ പ്രശ്നമാണോ, ദൈവരാജ്യം അന്വേഷിക്കുക. ജീവിതത്തിൽ എന്ത് വിഷയമാണോ, ദൈവരാജ്യം അന്വേഷിക്കുക. മരണത്തിൻ്റെ വിഷയമാണോ, ദൈവരാജ്യം അന്വേഷിക്കുക. എല്ലാറ്റിനും മരണത്തിൻ്റെ ഗുളികയും ഇതിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാറ്റിനും ഒരൊറ്റ മൂല്യമാണ് ദൈവരാജ്യം അന്വേഷിക്കുക. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ആ ഗുളിക എങ്ങനെയാണ് കഴിക്കേണ്ടത്, ദൈവത്തിൻ്റെ മരുന്ന് എങ്ങനെയാണ് കഴിക്കേണ്ടത്, ഏത് രൂപത്തിലാണത്, അത് നമ്മൾ ഏറ്റെടുത്താൽ നമുക്ക് എല്ലാത്തിനും പരിഹാരമാണ്. പക്ഷേ ഇത് നമ്മൾ ഏറ്റെടുക്കുന്നത്, സാധാരണ നമ്മളൊരു ക്യാപ്സ്യൂളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ആ ക്യാപ്സ്യൂൾ വായിലേക്ക് ഇട്ടിട്ട് വെള്ളം കുടിച്ചു അല്ലേ, ഇറക്കി, ഇങ്ങനെ കഴിക്കണം. ഇതങ്ങനെയല്ല കഴിക്കേണ്ടത്. അത് നമ്മൾ വയറ്റിലേക്ക് കഴിക്കണം ക്യാപ്സ്യൂളൊക്കെ അല്ലേ. പക്ഷെ ഇത് കഴിക്കേണ്ടത് വയറ്റിലേക്കല്ല, ഹൃദയത്തിലേക്കാണ്. ഹൃദയത്തിലേക്ക് കഴിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. നമ്മൾ ഗുളിക തിന്നുന്നു അല്ലേ, ചിലപ്പോൾ ചവച്ച് ചവച്ച്, അല്ലെങ്കിൽ വായിലിട്ട് അലിപ്പിച്ച്, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് വിഴുങ്ങി അല്ലേ. എന്നാൽ ഇവിടെ നാം തിന്നേണ്ടത് വേറെ ഒന്നുമല്ല. ഇവിടെ നാം, യേശു കർത്താവ് പറഞ്ഞു, എന്നെ തിന്നുന്നവൻ. നമ്മൾ ക്രിസ്തുവെ തിന്നണം. ഈ ഭാഷയൊക്കെ പറയുമ്പോഴാണ് സഭയിലെ ആളുടെ എണ്ണം കുറയണേ. യോഹന്നാൻ 6 ക്രിസ്തു ഇത് പറഞ്ഞപ്പോൾ വലിയ കൂട്ടമായി 12 പേര് മാത്രമായിട്ട് ശേഷിച്ചു. കാരണം ജനത്തിനൊന്നും മനസ്സിലാകത്തില്ല. ജനത്തിന് മനസ്സിലാകുമ്പോൾ അവർ ഇടറുമ്പോൾ അവർ വിട്ടുപോകും. അങ്ങനെ കുറേ പേര് ഇടറിപ്പോകാൻ വേണ്ടി തന്നെ ദൈവം വച്ചിട്ടുണ്ട്. ഇടറിപ്പോകും. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമെന്ന് പറയുന്നത്, ക്രിസ്തുവെ തിന്നുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്രിസ്തു ആയിരിക്കുന്നത് പോലെ നാം ആകുക. ഇതാണ് എൻ്റെ അർത്ഥം. ക്രിസ്തു ആയിരിക്കുന്നത് പോലെ നാം. ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ ക്രിസ്തു ദൈവരാജ്യമാണ്. മനുഷ്യരും ക്രിസ്തു തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ക്രിസ്തു ദൈവരാജ്യമാണ്, മനുഷ്യർ സ്വന്തം രാജ്യമാണ്. നമ്മളെല്ലാം നമ്മുടെ രാജ്യമാണ്. പറയാറില്ലേ, എൻ്റെ ഇഷ്ടം, ഞാൻ പറഞ്ഞതുപോലെ ഒക്കെ നമ്മുടെ ഇഷ്ടമാണ്. യേശുക്രിസ്തു അങ്ങനെയല്ല. ഞാൻ പറയുന്നത് പോലെയല്ല, എൻ്റെ പിതാവ് പറയുന്നത് പോലെ. അപ്പം നമ്മളും അതേപോലെ ആയിത്തീരണം. അത് യേശുവെ ധരിക്കുന്നതിലൂടെയാണ്, യേശുവെ കഴിക്കുന്നതിലൂടെയാണ്, സത്യം നാം അറിയുന്നതിലൂടെയാണ്. ഇതാണ് യേശു പറഞ്ഞത്, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. മറ്റേത് ഗുളിക കഴിക്കുമ്പോൾ രോഗം മാറും, എന്നാലും നമ്മളിവിടുന്ന് മാറ്റപ്പെടും. എന്നാൽ സത്യം നീ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അപ്പോൾ ഇത് വ്യക്തമായി നാം തിരിച്ചറിയണം. ഈ അറിവിലൂടെയാണ് നമുക്ക് സൗഖ്യം. എന്താ പറഞ്ഞേ? അടുത്തിരിക്കുന്ന ക്ഷയിക്കാൻ എടുത്തിട്ട് പറ, സത്യത്തിൻ്റെ അറിവിലൂടെയാണ് നമുക്ക് സൗഖ്യം കിട്ടുന്നത്.
ഒന്ന് വിശ്വാസത്തോടെ ഒന്നും കൂടി പറഞ്ഞേ. ഹല്ലേലൂയ. സത്യത്തിൻ്റെ അറിവിലൂടെ, സത്യങ്ങൾ അറിയുമ്പോഴാണ് സത്യങ്ങളെ സ്വതന്ത്രമാക്കുന്നത്. അപ്പോൾ അറിയണം. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെ ശരിയാവുമെന്ന്. പക്ഷേ ആളുടെ ചിന്തയെന്ന് വെച്ചാൽ ദൈവരാജ്യം അന്വേഷിക്കുക എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക, ബൈബിൾ കക്ഷത്തിൽ വെച്ച് നടക്കുക, സ്തുതിക്കുക എന്നൊക്കെയാണ്. അതൊന്നുമല്ല. അതൊക്കെ നല്ല കാര്യമാണ്, സ്തുതിക്കുന്നതൊക്കെ കേട്ടോ. എന്നാൽ അതൊന്നുമല്ല ദൈവരാജ്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ നമ്മളോട് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞേ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ. എങ്ങനെയാണ്? അങ്ങയുടെ രാജ്യം വരണമേ. അപ്പോൾ ഒരു സ്ഥലത്ത് പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കേണ്ടത് ദൈവരാജ്യമാണ്, വേറെ സ്ഥലത്ത് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവരാജ്യം വരാനാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ പ്രസംഗിക്കേണ്ടത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ്. ഇത് ജനറലി നമ്മൾ ചെയ്യാത്ത കാര്യമാണ്. ഇതാ യേശു പറയും, നിങ്ങളെന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുകയും ഞാൻ പറയുന്നത് അനുസരിക്കാതിരിക്കുകയും ചെയ്തതെന്ത്? അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ഉപദേശം നമുക്ക് ഇന്ന് നല്ലൊരു പങ്ക് സഭകളിലും ഇല്ല. അവരെക്കുറിച്ച് പറയുന്നു, ക്രിസ്തുവിൻ്റെ ഉപദേശം നിൽക്കാത്തവന് ദൈവവുമില്ല. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ചാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ സംഭവിക്കുന്നത് ഈ ദൈവത്തിൻ്റെ രാജത്വം നമ്മളിൽ വരിക എന്നുള്ളതാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവം നമ്മളിലൂടെ ഒരു രാഷ്ട്രം നിർമ്മിക്കുകയാണ്. ഒരു രാഷ്ട്രം നിർമ്മിക്കുകയാണ്. ആ രാഷ്ട്രം നിർമ്മിക്കുമ്പോൾ ഒരു രാഷ്ട്രത്തിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്, ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ ആരെല്ലാം വരുന്നുവോ അവരൊക്കെ ആ രാഷ്ട്രത്തിൻ്റെ ഉള്ളിലുള്ളവരാണ്. ഇത് ഭൗതിക തലത്തിൽ ഞാനീ പറയണം, ഇത് ആത്മീയതയിലേക്ക് ഉണ്ടാകാൻ പോവുക. അപ്പോഴാണ് ഈ ദൈവരാജ്യം അന്വേഷിക്കുക എന്ന് വെച്ചാൽ, ദൈവരാജ്യം എന്ന് വെച്ചാൽ ഇറ്റ്സ് എ നേഷൻ, അതൊരു രാഷ്ട്രമാണ്. ആരുടെ? ദൈവത്തിൻ്റെ. അതിൻ്റെ പേരാണ് ദൈവരാജ്യം. നിങ്ങൾക്കറിയാം, ഇന്ത്യ വളരെ നാളുകൾ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിലായിരുന്നു. ആദ്യ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, പിന്നെ ഡയറക്റ്റ് ബ്രിട്ടീഷുകാർ ഭരിച്ചു. എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 1950 ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി. അതുവരെ ഇന്ത്യക്ക് സ്വന്തം കോൺസ്റ്റിറ്റ്യൂഷനൊന്നുമില്ല. ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി, സ്വന്തം കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വന്നു. ഭരണഘടന അതിൽ ഏകദേശം 14 സ്റ്റേറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ. 14 സ്റ്റേറ്റുകൾ, 6 യൂണിയൻ ടെറിട്ടറീസ് ഈ ഭരണഘടനയ്ക്ക് കീഴിൽ. ഇന്ന് കാണുന്നത് പോലെ 28 സ്റ്റേറ്റുകളും 8 യൂണിയൻ ടെറിട്ടറീസ് തന്നില്ല. അതിനു മുമ്പ് ഏകദേശം 562 പ്രിൻസ്ലി സ്റ്റേറ്റുകളായിരുന്നു, നാട്ടുരാജ്യങ്ങൾ. നമുക്കറിയാം ഇവിടെയൊക്കെ അല്ലേ? കൊച്ചി മഹാരാജാവ്, തിരുവിതാംകൂർ രാജാവ്, കോഴിക്കോട് സാമൂതിരി. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് പണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് അറിയണ്ടാവില്ല. അപ്പോൾ നാട്ടുരാജ്യങ്ങളായിരുന്നു, ഏകദേശം 562 നാട്ടുരാജ്യങ്ങൾ. ആരെ പോലെ? ഇന്നത്തെ നമ്മളെപ്പോലെ. അവൻ്റെ പേരെന്താടാ? ജോഷി രാജ്യം, ജോൺസൺ രാജ്യം. അങ്കിളുടെ പേരെന്താ കോർണറിരിക്കണേ? ജോസ്പോൾ രാജ്യം. എല്ലാം നാട്ടുരാജ്യങ്ങളാണ്. ഷെർലി രാജ്യം, മിനി രാജ്യം, കോഴിക്കോട് സാമൂതിരി, കൊച്ചി മഹാരാജാവ്, സാലി രാജ്യം, എല്ലാം ഇങ്ങനെ നാട്ടുരാജ്യങ്ങളാണ്. അപ്പം ഇങ്ങനെ നാട്ടുരാജ്യങ്ങളായിട്ട് നിൽക്കുമ്പോൾ ഇവർക്ക് ശക്തിയൊന്നുമില്ല. ഭയങ്കര ശക്തിയൊക്കെ കാണിക്കും, ശക്തിയൊന്നും നിങ്ങൾക്കില്ല. എല്ലാം ബ്രിട്ടീഷിൻ്റെ കീഴിലാണ്, എല്ലാം കപ്പം കൊടുത്ത് നിൽക്കുക. തുടർന്നാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സ്വാതന്ത്ര്യ സമര സേന കടന്നു വന്ന് കുറേ നാൾ പയറ്റി അവസാനം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത്. അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി. ഒരു ഇന്ത്യൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഡോക്ടർ BR അബ്ദേക്കർ ചെയർപേഴ്സണായി നിന്നുകൊണ്ട്
ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി. പല കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നോക്കിയിട്ടാണ്, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നോക്കിയിട്ടാണ് ഒരു ഭരണഘടന എഴുതി. ആ ഭരണഘടനയാണ് ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് നിൽക്കണേ. എല്ലാവരും, ഈവൻ പ്രസിഡൻ്റ് അടക്കം അതിന് കീഴിലാണ്. എല്ലാവരും അതിൻ്റെ കീഴിലാണ് നിൽക്കണേ. എല്ലാവരും ആ ഭരണഘടന അനുസരിച്ചോളണം. അത് ഇടയ്ക്കിടയ്ക്ക് അമെൻമെൻറ്റുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ അമെൻമെൻറ്റുകൾ ഉണ്ടാക്കി പലതും ഉണ്ടാക്കിയിട്ട് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിന് അപ്പോൾ പ്രശ്നങ്ങളുള്ളത് വീണ്ടും അമെൻഡ് ചെയ്ത് അതിന് ചേഞ്ച് ചെയ്ത് അവർ റൈറ്റ് ആക്കും. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ കീഴിലാണ്. അപ്പോൾ അന്ന് 1950 ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി, ഒരു രാഷ്ട്രമായി രൂപപ്പെട്ടപ്പോൾ 14 സ്റ്റേറ്റുകളേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ അന്ന് ഡിവിഷൻ നടന്നിട്ടാണ് ഇത് കയറുന്നത്. 1947 ഡിവിഷൻ നടന്നു. ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ആയിട്ട് ഡിവിഷൻ നടന്നിട്ടാണ് കയറുന്നത്. പക്ഷേ ഇന്ത്യൻ യൂണിയനിൽ അന്ന് ചേരാനായിട്ട് 14 സ്റ്റേറ്റുകളേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മാറി നിന്നു. കാരണം ഇവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, വേണമെങ്കിൽ ചേരാം, വേണമെങ്കിൽ ചേരണ്ട. എന്നാൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം, എന്തിനൊക്കെ പറയണേ, ഞാൻ രാഷ്ട്രീയക്കാരനൊന്നും അല്ല കേട്ടോ, ഞാൻ രാഷ്ട്രീയക്കാരനാണ്. എ സ്പിരിച്വൽ പൊളിറ്റിക്കൽ പേഴ്സൺ, ഫിസിക്കലല്ല. കാരണം എനിക്ക് ചെറിയ ചെറിയ കാര്യത്തിൽ വലിയ താല്പര്യമില്ല. 4 വർഷം 5 വർഷം ഭരിക്കുക ഞാനോ. എനിക്ക് വാഴണമെങ്കിൽ എറ്റേണലി വാഴണം. എനിക്ക് മരണമുള്ള ഭരണത്തിനൊന്നും ഒരു താല്പര്യം ഇല്ല. എൻ്റെ യേശുവെ പോലെയാണ്, മരണമില്ലാത്ത ഭരണത്തിലാണ് താല്പര്യം. ഐ എം എ സ്പിരിച്വൽ പൊളിറ്റിക്കൽ പേഴ്സൺ. പിന്നെ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്കറിയാവുന്ന പൊളിറ്റിക്സ് പറഞ്ഞു തരിക. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ സുവിശേഷ ടീമല്ല, ഈ ഇന്ത്യൻ യൂണിയനിലേക്ക് മറ്റുള്ള നാട്ടുരാജ്യങ്ങളെയൊക്കെ ചേർക്കാൻ വേണ്ടി ഒരു ടീം ഇറങ്ങി. അപ്പോൾ ഞങ്ങളെല്ലാ സാറ്റർഡേ ഇവിടെ ടീമുണ്ട്. അങ്ങനെ ടീം ഇറങ്ങി ഈ തെരുവുകളിലൊക്കെ പോയിട്ട് പറയും, ഇങ്ങനൊരു രാഷ്ട്രം രൂപപ്പെടാൻ പോകുന്നു, താല്പര്യമുണ്ടെങ്കിൽ ചേരാം. ഒക്കെ മനസ്സിലായില്ല എന്തായി പറഞ്ഞതെന്ന്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആ രാഷ്ട്രത്തിലേക്ക് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചേരാം, താല്പര്യമുണ്ടെങ്കിൽ. ജനത്തിന് മനസ്സിലാവുന്നൊന്നുമില്ല, കുറേ ചിലതിനൊക്കെ മനസ്സിലാക്കാം. ദൈവ ഹൃദയം തുറന്നു കൊടുക്കുന്നുണ്ട്. അതായത് സുവിശേഷ വേലയ്ക്കായിട്ട് ഇങ്ങനെ നടക്കുന്നു എന്ന് എല്ലാ സാറ്റർഡേയും. പുറത്ത്, ഇതകത്തല്ലേ, ഇത് പുറത്ത് നടക്കുന്നു. അങ്ങനെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ മുഴുവൻ ഈ ഇന്ത്യൻ യൂണിയനിൽ ചേരാത്ത നാട്ടുരാജ്യങ്ങളുടെ അടുക്കലേക്കൊക്കെ ചെല്ലുകയാണ്. എന്നിട്ട് ഇന്ത്യൻ യൂണിയനിൽ ചേർന്നാലുള്ള ഗുണം പറഞ്ഞു കൊടുക്കുകയാണ്. കരമെടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്തേ, നുറക്കെ സ്തുതിച്ചേ. ഗ്ലോറി ടു ഗാഡ്, ഹല്ലേലൂയ. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വേണ്ടി അവരെ ഇൻവൈറ്റ് ചെയ്യുക, ചേർന്നാലുള്ള ഗുണം പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ ഇതാ ഇന്ത്യയുടെ സേന നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. നിങ്ങളുടെ ഫോറിൻ ട്രേഡ്, നിങ്ങളിപ്പോൾ കുരുമുളക് ഉണ്ടാക്കി, അല്ലെങ്കിൽ ചുക്കുണ്ടാക്കി, ഇഞ്ചി ഉണ്ടാക്കി, അല്ലെങ്കിൽ കൊക്കോ അല്ലെങ്കിൽ കാപ്പി ഉണ്ടാക്കി, ഇതാ ഇവിടെ ലോക്കൽ മാർക്കറ്റിലല്ലേ വിൽക്കണേ, നിങ്ങളുടെ ഇടുക്കിയിലും എറണാകുളത്തോടുകൂടെയൊക്കെയല്ലേ വിൽക്കണേ. എന്നാൽ നിങ്ങൾക്ക് അത് യൂറോപ്പിൽ വിൽക്കാം, നിങ്ങൾക്കത് മറ്റ് രാജ്യങ്ങളിൽ വിൽക്കാം, നല്ല ആദായം കിട്ടും. അത് നിങ്ങളുടെ ഫോറിൻ ട്രേഡിന് മുഴുവൻ ഈ ഇന്ത്യ സഹായിക്കും. ഇന്ത്യയിൽ ചേരാൻ സൗകര്യമുണ്ടോ? അവർക്ക് സന്തോഷമായി. ഞങ്ങളുടേതായ ട്രേഡ്, വ്യാപാരം വർദ്ധിക്കും. ഞങ്ങളെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ ഉടനെ ഇന്ത്യൻ സേന കയറി അത് ഏറ്റെടുക്കും. ഇതൊക്കെയായപ്പോൾ ഇവർക്ക് പലർക്കും സന്തോഷമായി. ഞങ്ങളും ചേരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടോ, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ ഭരണഘടന ഞങ്ങളും അംഗീകരിക്കുന്നു എന്ന് സൈൻ ചെയ്യാൻ പറഞ്ഞു. ഇവിടുത്തെ കിട്ടിയ ഭരണഘടന ഞങ്ങളും അംഗീകരിക്കുന്നു എന്ന് സൈൻ ചെയ്യണം. മോനെ ജോഷി, നീ വല്ല മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ചിരിക്കുക. സത്യം നീ അറിഞ്ഞാലേ സ്വതന്ത്രമാവുകയുള്ളൂ. അറിയണം, നമ്മളിത് അറിയണം. ഗുളിക കഴിക്കുന്നത് പോലെ ഇത് അറിഞ്ഞാലേ സ്വതന്ത്രമാവും. ഇതെന്തിനാ പറയണേ? ഇതേപോലത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എവിടെ? ദൈവരാജ്യത്തിൽ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ വരണം. ദൈവരാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആത്മാവിൻ്റെ നിയമമാണ്. ലോ ഓഫ് ദ സ്പിരിറ്റ്. ലോ ഓഫ് ദ സ്പിരിറ്റ്.
ഇത് നമ്മൾ വ്യക്തതയോടെ തിരിച്ചറിയുക. എന്താണെന്ന് പുറകെ പറഞ്ഞു തരാം. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, എഴുതപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലേക്ക് വരണം. അങ്ങനെ ഇവർ അത് സൈൻ ചെയ്തു. അങ്ങനെ ഓരോരോ സ്റ്റേറ്റുകളും എണ്ണം കൂടാൻ തുടങ്ങി. മനസ്സിലായോ? എണ്ണം കൂടാൻ തുടങ്ങി. ഇതാ നമ്മൾ ഓരോരുത്തർ രക്ഷിക്കപ്പെട്ടു വന്നില്ലേ? രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അംഗസംഖ്യ കൂടുകയാണ്. പക്ഷേ ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ നിന്നില്ലെങ്കിൽ പുറന്തള്ളും, തുപ്പിക്കളയും. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചപ്പോൾ നമ്മ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലേക്ക് വന്നു. പക്ഷേ നമ്മൾക്ക് ഇതൊന്നും അറിഞ്ഞൂടാ, അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലേക്കാണ് വന്നതെന്നൊന്നും അറിയാതെ അതിനെ അംഗീകരിക്കാതെ പോയാൽ അവസാനം നമ്മളെ തുപ്പി കളയും. ആ രാഷ്ട്രത്തിൽ നമ്മൾ ഉൾപ്പെടുത്തത്തില്ല, ആ രാഷ്ട്രത്തിൽ നമ്മളെ ഉൾപ്പെടുത്തില്ല. അപ്പോൾ ഇത് വ്യക്തമായിട്ട് തിരിച്ചറിയണം. അല്ലാണ്ട് ഇതൊരു മത സംവിധാനമായിട്ട് ഒതുക്കരുത്. ഇത് ഒരു ഭരണ സംവിധാനമാണ്. ഭാവിയിൽ ഈ ലോകം വാഴാനുള്ള ഭരണകൂടത്തെ സ്വർഗത്തിൽ ദൈവം ഒരുക്കിയെടുക്കുകയാണ്. ഭരണകൂടത്തെ, അതായത് സർവ്വലോകത്തെയും ഇരുമ്പുകോൽ കൊണ്ട് വാഴാനുള്ള യേശുക്രിസ്തുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടത്തെ ഒരുക്കിയെടുക്കുകയാണ്. ഇത് തിരിച്ചറിയണം. ഇതാണ് ബൈബിൾ തീരുമ്പോൾ ഇങ്ങനെ പറയുന്നത്: ജയിക്കുന്നവൻ ദൈവത്തിൻ്റെ മകൻ, അവർ എന്നേക്കും രാജാക്കന്മാർ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, വെളിപ്പാട് 21-22 ഈ പറയണേ. അപ്പോൾ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ സംഭവം തിരിച്ചാണ്. വെളിപ്പാട് 22-5 വായിച്ച്. ഇനി രാത്രി ഉണ്ടാകുകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. അവർ എന്നേക്കും. ബൈബിള് തീർന്നു കേട്ടോ. ഇനി ഒരു അധ്യായം ഇനിയില്ല. അവർ എന്നേക്കും രാജാക്കന്മാർ. ഫൈനലി ഇതാ ഭരണകൂടത്തിലേക്ക് പ്രിയ കുഞ്ഞുങ്ങളെ യോഗ്യതയുള്ളവരെ തെരഞ്ഞെടുത്ത ശേഷം പരിപാടി ക്ലോസ് ആകും. ഹല്ലേലൂയ. അപ്പോൾ ആരായിരിക്കണേ? ഭാവിയിലെ രാജാവായിരിക്കണേ. പക്ഷേ ഇത് അകത്തേക്ക് കയറിയാലേ ആവുള്ളൂ, അല്ലെങ്കിൽ ഒന്നും ആവില്ല. ഹല്ലേലൂയ. അകത്തേക്ക് കയറി ഇത് സ്വാതന്ത്ര്യം പ്രാപിക്കണം. അതുകൊണ്ട് ശ്രദ്ധയോടെ ഇരിക്കണം, മനസ്സിലാക്കണം. ഇത് ജാതി കളി മതം കളിയായിട്ട് അവസാനിപ്പിച്ച ഒരു തലത്തിൽ നിന്ന് നിങ്ങളിത് ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണതലവന്മാരിലേക്ക് നമ്മളെ മാറ്റുകയാണ്. ആര്? സ്വർഗത്തിലെ അപ്പൻ തൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇത് തിരിച്ചറിയണം. എൻ്റെ കർത്താവ് പറയാണ്, ഇതാണ് നീ അന്വേഷിക്കേണ്ടത്, ദൈവരാജ്യം, ഗോഡ്സ് ഗവൺമെൻറ്. അത് നീ അന്വേഷിച്ചാൽ അതോടുകൂടെ നിനക്ക് വേണ്ടതെല്ലാം സപ്ലൈ ചെയ്യപ്പെടും. ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻസ്, വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലുള്ള ആ ടീം ഓരോ നാട്ടുരാജ്യങ്ങളുടെ അടുക്കൽ പോയി പറഞ്ഞത്, നിങ്ങളുടെ പ്രശ്നങ്ങളിലൊക്കെ ഇന്ത്യ സഹായിക്കും, ഇന്ത്യ ഗവൺമെൻറ് നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ ഫോറിൻ ട്രേഡ് നിങ്ങൾക്ക് ചെയ്യാൻ സഹായിക്കും, അതിന് സഹായിക്കും. മാത്രമല്ല നിങ്ങളുടെ പ്രൊട്ടക്ഷൻ, ഡിഫൻസിൽ സഹായിക്കും. ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ ഇതിന് ചേർന്ന് നിൽക്കുക. അങ്ങനെയാണ് ഓരോന്ന് കൂടി ഇന്ത്യ, ചെറിയ ഇന്ത്യ വലിയ ഇന്ത്യ ആയത്. മനസ്സിലായോ? ഹല്ലേലൂയ. ഇനി ഇത് തന്നെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ സ്പിരിച്വൽ കിങ്ഡത്തിൽ ദൈവരാജ്യത്തിലേക്ക് വരികയാണ്. ഇന്ന് ദൈവരാജ്യത്തിൽ ഭരണകൂടത്തിൽ, ദൈവരാജ്യം ബൃഹത്താണ്, അതിൽ ഭരണകൂടത്തിൽ 2 വ്യക്തികളെ ഉള്ളൂ. ഭരണകൂടത്തിൽ പിതാവും പുത്രനും. അവർ ഒന്നാണ് പിതാവിൻ്റെ ആത്മാവിലൂടെ. നേരത്തെ ഇന്ത്യ രൂപപ്പെട്ടപ്പോൾ 14 സ്റ്റേറ്റുകളേ ഉള്ളൂ. പക്ഷെ ഇന്ന് എത്ര പേരുണ്ട്? എത്ര സ്റ്റേറ്റ് ഉണ്ട്? ഞാൻ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ ജോഷി മോനെ? എത്ര സ്റ്റേറ്റ് ഉണ്ട്? 28. മിടുക്കാൻ. 28 സ്റ്റേറ്റുകളുണ്ട് അല്ലേ? ഇപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഭരണഘടനയിൽ മെയിൻ ഭരണ സ്ട്രക്ചറിൽ ഭരിക്കുന്നത് 2 പേരാണ്. അവർ രണ്ടും ഒന്നാണ്, പരിശുദ്ധാത്മാവിലൂടെ. അത്
നമ്മുടെ ഫങ്ഷണൽ സ്ട്രക്ചറാണ്. ഇതുകൊണ്ടാണ് സെക്കൻഡ് കൊറിന്ത്യനല്ലല്ലോ, 1 ജോൺ 1 യോഹന്ന 5:7 മലയാളം ബൈബിളൊന്നുമില്ല, KJV ബൈബിൾ എഴുതിയിരിക്കുന്നത്, സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നത് 3 പേരുണ്ട്. ഒന്ന് പിതാവ്, മറ്റൊന്ന് വേഡ്, മറ്റൊന്ന് ഹോളി സ്പിരിറ്റ്. അതായത് സ്വർഗസ്ഥ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിലൂടെ ഒന്നാണ്. ഇത് ആ സ്വർഗരാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. എന്നാൽ ദൈവം അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുക. ദൈവം അത് ആ ഭരണ സ്ട്രക്ചർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുക. അതിന് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ എല്ലാ പ്രിൻസിലി സ്റ്റേറ്റുകളിലും ആളുകളെത്തി ഇന്ത്യൻ യൂണിയൻ ചേരുക എന്ന് പറഞ്ഞതുപോലെ യേശു ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഒറിജിനൽ സുവിശേഷ ടീം എല്ലാ മനുഷ്യരുടെ അടുക്കിലേക്ക് പോവുക. മനുഷ്യരുടെ അടുക്കിലേക്ക് പോയിട്ട് പറയുകയാണ്, നിങ്ങൾ ദൈവരാജ്യത്തിൽ ചേരുക, ദൈവരാജ്യത്തിൽ നിങ്ങൾ ചേരുക. ആരിലൂടെ? യേശു ക്രിസ്തുവിലൂടെ. യേശുവിൻ്റെ ഭാഗമായി നിങ്ങൾ മാറുക, ക്രിസ്തുവിൻ്റെ ശരീര അവയവമായി നിങ്ങൾ മാറുക. അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീര അവയവമായി മാറുമ്പോൾ ക്രിസ്തു നമ്മളെ സ്വീകരിച്ചാൽ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകും. ഓരോ വ്യക്തികളും ഗുജറാത്തിലെ ജുനഗേദ് എന്ന് പറയുന്ന ഒരു സ്ഥലം ആദ്യം ഇതിനോട് ഇന്ത്യൻ യൂണിയന് ചേർന്നില്ല. ജുനഗേദിൻ്റെ അടുക്കൽ ചെന്ന് സംസാരിച്ചു. അതോടൊപ്പം തന്നെ പല ഭാഗങ്ങളും കയറാതെ ഇരുന്നു. ചില സ്ഥലത്ത് മിലിറ്ററി ഓപ്പറേഷൻ വേണ്ടി വന്നു. അങ്ങനെ ഇവർ ഓരോരുത്തരും ഇന്ത്യൻ യൂണിയനിൽ ചേർന്നപ്പോൾ ഇന്ത്യൻ യൂണിയൻ 14 നിന്ന് 15 15 നിന്ന് 16 16 നിന്ന് 17 എന്ത് വലുതായിക്കൊണ്ടിരിക്കുക? ഇന്ത്യ വലുതായിക്കൊണ്ടിരിക്കുക, നേഷൻ വലുതായിക്കൊണ്ടിരിക്കുക. ഇതേപോലെ ദൈവരാജ്യം വലുതാകുക. കുഞ്ഞെ, നീ ഒരാൾ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ ദൈവരാജ്യം വലുതായി. പിന്നെ നിന്നെ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റിൽ നീ സക്സസ് ആണെന്നുണ്ടെങ്കിൽ നീ പെർമനൻ്റ് ആയി. അതാണ് ടെസ്റ്റിൻ്റെ പേരാണ് വിശ്വാസത്തിൻ്റെ പരിശോധന. അടുത്ത ആൾ യേശുവിനെ കർത്താവ് രക്ഷതാവുമായി സ്വീകരിച്ച് യേശുവെ അനുസരിച്ച് ആ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നിൽക്കുകയാണെങ്കിൽ ദാ വീണ്ടും വലുതായി. അങ്ങനെ നമ്മളിലൂടെ ഒരു യുണൈറ്റഡ് ഹോളി നേഷൻ ഓഫ് ഗാഡ്, ദൈവരാജ്യം എക്സ്പാൻഷൻ നടക്കുകയാണ്. ദൈവം എക്സ്പാൻഡ് ചെയ്യുക നമ്മളിലൂടെ. ദൈവ കുടുംബം എക്സ്പാൻഡ് ചെയ്യുക നമ്മളിലൂടെ. ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഇന്ത്യ എങ്ങനെ എക്സ്പാൻഡ് ചെയ്തു, ഇതേപോലെ ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് മനസ്സിലാക്കുക, ഞാനും കൂടി ക്രിസ്തുവിലേക്ക് ചേരുമ്പോൾ ദൈവരാജ്യം എക്സ്പാൻഡ് ചെയ്യുക, വികസിക്കുക. ഈ ഒരു തലം മനസ്സിലാക്കി പ്രവർത്തിച്ച് നാം അവസാനം ദൈവരാജ്യമായി മാറണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒടുക്കം ക്രിസ്തു രാജ്യം പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. മനസ്സിലായോ? താൻ എക്സ്റ്റെൻഡായി താൻ ഒരു വ്യക്തിയായ താന് പല വ്യക്തികളായി ഒരു വ്യക്തിയാകും. ഒരു വ്യക്തിയായിരുന്ന താന് പല വ്യക്തിയായി ഒരു വ്യക്തിയാകും. താൻ ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സ്നാനത്തിൽ നിങ്ങൾ ക്രിസ്തുവോട് ചേരുന്നു. അപ്പോൾ നിങ്ങൾ ഒരാൾ ക്രിസ്തുവോട് ചേർന്നാൽ എത്ര പേരായി? 2 പേരായി. വേറൊരാൾ ക്രിസ്തുവോട് ചേരുമ്പോൾ എത്ര പേരായി? 3 പേരായി. വേറൊരാൾ ക്രിസ്തുവോട് ചേരുമ്പോൾ എത്ര പേരായി? 4 പേരായി. അങ്ങനെ എല്ലാവരും ക്രിസ്തുവോട് ചേർന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, റോമ 12:5, പലരായ നാം ക്രിസ്തുവിൽ ഒന്നായിത്തീർന്നു. എന്നിട്ട് ആ രാജ്യം ക്രിസ്തു പിതാവിനെ ഏൽപ്പിക്കുന്നു.
12:5 വായിച്ച്. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് തിരിച്ചറിയുക. പലരാണ് നാം, പലര്. പലരായ നാം ക്രിസ്തുവിൽ ഒന്നായി മാറുക. ഇതാ 562 പ്രിൻസിലി സ്റ്റേറ്റുകൾ, പലരായ പ്രിൻസിലി സ്റ്റേറ്റുകൾ, നാട്ടുരാജ്യങ്ങൾ. സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ആ ടീം ഇറങ്ങിയപ്പോൾ ഇവരെല്ലാം കൂടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കീഴിലേക്ക് വന്ന് ഒരു ഇന്ത്യയായി മാറി. പിടുത്തം കിട്ടിയാ നിങ്ങൾക്ക്? ഹല്ലേലൂയ. ഇതുപോലെയാണ് രാഷ്ട്രം രൂപപ്പെടുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? UK എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ അതിൻ്റെ അർത്ഥം? യുണൈറ്റഡ് കിങ്ഡം അല്ലേ? പല കിങ്ഡങ്ങൾ ചേർന്ന് ഒരു കിങ്ഡമായി. ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, 4 രാജ്യങ്ങൾ ചേർന്ന് ഒരു കിങ്ഡമായി. പിടുത്തം കിട്ടിയ? ഇതേപോലെ ദൈവത്തിൻ്റെ കിങ്ഡം പീസ് ഓഫ് ലാൻഡ് അല്ല, കഷ്ണം ഭൂമിയല്ല, നമ്മളാണ്. അങ്ങനെ ഷേർലിയും മേഴ്സിയും ജോൺസണും ജോഷിയും ഷാജിയും ജോസ്പോളും എല്ലാം ചേർന്ന് ദൈവത്തോട് ചേർന്ന് ഒരു കിങ്ഡമായി മാറും. പിടുത്തം കിട്ടിയ? ഇതിലേക്കൊന്നും നമ്മുടെ സഭയൊന്നും പോകണില്ല. ഇവിടെ ആരാധിച്ചുള്ള ബഹളമാണ്. ഹല്ലേലൂയ. ദൈവരാജ്യം സ്ഥാപിക്കാനാ ക്രിസ്തു വന്നേ. ഹല്ലേലൂയ. നമ്മളിൽ ഇവിടെ ക്രിസ്തുവിനെ വിട്ടിട്ടുള്ള ബഹളം കഴിഞ്ഞിട്ട് വേണ്ട അപ്പുറത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാം ക്രിസ്തുവിൽ സ്വർഗസ്ഥ പിതാവോട് ചേർന്ന് ഒരു കിങ്ഡമായി മാറണം. എൻ്റെ മക്കളെ, ഇത് വന്നാൽ മതി, നിങ്ങളുടെ സകലത് സപ്ലൈ ചെയ്യപ്പെടും. അല്ലാണ്ട് ബൈബിളും കഷ്ടത്തിൽ വെച്ച് നടക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതല്ല ദൈവരാജ്യം അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ. എല്ലാ മതക്കാരും പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ ദൈവത്തോട്. ഇതല്ല ഇത്. ദൈവം ദുഷ്ടന്മാരുടെ പേരിൽ നല്ലവരുടെ പേരിൽ മഴ പെയ്യിക്കും. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ നേച്ചറാ, അപ്പൻ്റെ നേച്ചറാ. ഒരു മകൻ അനുസരിച്ചില്ലെങ്കിൽ അവന് ചോറ് കൊടുക്കും, അനുസരിച്ചാലും അനുസരിക്കാത്ത വേറൊരു മകനും ചോറ് കൊടുക്കും, അനുസരിക്കുന്ന മകനും ചോറ് കൊടുക്കും. ഹല്ലേലൂയ. അങ്ങനെ അപ്പന്മാരെ, അത് ഉത്തരവാദിത്വം അപ്പം ചെയ്യും അത്. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇത് വ്യക്തതയോടെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി. ഈ സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങൾ സ്വതന്ത്രമാക്കുന്നത്. സത്യം നിങ്ങൾ അറിയാതിരിക്കാനാണ് നിങ്ങൾ ഇരുത്തി ഉറക്കണേ. ഉറങ്ങുന്നവരൊക്കെ ഒന്ന് കൈവയ്ക്കേ. അനുസരണമില്ല നിങ്ങൾക്ക്. ഉറങ്ങുന്നവർ കൈവയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഉറങ്ങാതിരിക്കാൻ വേണ്ടി അത് പറഞ്ഞേ. അല്ലെങ്കിൽ കാരണം ഇത്രയും നല്ല മരുന്ന് തരുമ്പോൾ നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് അകത്ത് കയറണ്ടേ? അകത്ത് കയറിയാലേ കാര്യം നടക്കൂ. എൻ്റെ സഹോദരങ്ങളെ, നമ്മളാണ് യുണൈറ്റഡ് ഹോളി നേഷൻ. അതാണ് ദൈവരാജ്യം. അത് ഹോളിയാണ്, പരിശുദ്ധമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞ ശരീരത്തെ വിവേചിക്കാൻ നിങ്ങൾക്ക് ശിക്ഷ കിട്ടുമെന്ന്. കാരണം ഇതിൻ്റെ ഉള്ളിൽ നീ കയറിയിട്ട് ദിസ് ബോഡി ഈസ് ഹോളി, ഈ ശരീരം ഹോളിയാണ്. നീ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വൃത്തികേട് ചെയ്യുന്നത് 25 ശുശ്രൂഷയ്ക്ക് മുമ്പ് വായിക്കണം. നീ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വൃത്തികേട് ചെയ്ത് ശരീരം ശുദ്ധമാകും. നിനക്ക് പനിഷ്മെൻറ്റ് ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് 1 പത്രോസ് 2:9 നമ്മളെക്കുറിച്ച് പറയുകയാണ്. നിങ്ങൾ ആരാന്നറിയാമോ? അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. അതൊന്ന് ശബ്ദം നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. ഹല്ലേലൂയ. ഈ മലയാളം ട്രാൻസ്ലേഷൻ പലപ്പോഴും നമുക്ക് അതിൻ്റെതായ ആ ബ്യൂട്ടിയിലേക്ക് എത്തത്തില്ല, ലക്ഷ്യത്തിലേക്ക് എത്തത്തില്ല. എങ്കിലും ഈ ട്രാൻസ്ലേഷനെങ്കിലും കിട്ടിയല്ലോ, അതിനായ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മൾ അതിന് KJV വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങൾ ആരാന്നറിയാമോ? ദ ഹോളി നേഷൻ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ രാഷ്ട്രമാണ്. ഹല്ലേലൂയ. പരിശുദ്ധമായ രാഷ്ട്രമാണ് ഈ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ അവസാനം പിതാവിങ്കിൽ ഏൽപ്പിക്കണേ. രാഷ്ട്രം പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ അതൊന്ന് കാണുക. ഓ ലോർഡ്, ഐ ലവ് യു.
നിങ്ങൾ അതിൻ്റെ KJV ഞാനിവിടെ വായിക്കാം. അപ്പോൾ കിങ് ജെയിംസ് വെർഷൻ ബൈബിൾ വായിക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ്, ബട്ട് ye are a chosen generation, a royal priesthood, an holy nation. ഇതാണ് യേശുവിൽ എഴുതിയിരിക്കുകയാണ്. ബട്ട് ye are an elected race, a royal priesthood, a holy nation. പരിശുദ്ധമായ രാഷ്ട്രമാണ് നിങ്ങൾ. പരിശുദ്ധമായ രാഷ്ട്രം. ഇത് തിരിച്ചറിയണം. ഞാൻ ദൈവത്തിൻ്റെ രാഷ്ട്രമാണ്, ഞാൻ ദൈവ രാജ്യമാണ്. പക്ഷേ ഇന്ന് തെറ്റായി പ്രവർത്തിക്കുകയാണ്. ഇന്ന് എൻ്റെ രാജ്യമായി പ്രവർത്തിക്കുകയാണ്. യേശുക്രിസ്തുവിനോട് ഒരിക്കലും പരീശന്മാർ ഇങ്ങനെ ചോദിച്ചു. ലൂക്കോസ് 17 അതും മലയാളം ട്രാൻസ്ലേഷൻ തെറ്റാണ്. ദൈവരാജ്യം എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു. കാണത്തക്കവണ്ണമാണോ വരുന്നത്? അപ്പോൾ കർത്താവ് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, അത് നിൻ്റെ ഉള്ളിലുണ്ട്. യു ആർ ദാറ്റ് ഹോളി നേഷൻ. നീയാണ് ദൈവരാജ്യം. പക്ഷേ ഇന്ന് പ്രവർത്തിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇന്ന് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കാൻ, നീ ദൈവരാജ്യമായി മാറണം. അപ്പോൾ നിനക്ക് വേണ്ടതെല്ലാം സപ്ലൈ ചെയ്യപ്പെടും. മക്കളെ, ഇതൊന്ന് ടെസ്റ്റ് അടിക്കേ. നമ്മൾ സ്വന്തം രാജ്യം ആയതുകൊണ്ട് ഈ പ്രശ്നം വരുന്നേ. ഹല്ലേലൂയ. യേശുവിനോട് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ യേശു മുഖാന്തരം പിതാവിനോട് പ്രാർത്ഥിച്ചു, കാര്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ ഇതൊക്കെ സംഭവമൊക്കെ കുഴപ്പമൊന്നുമില്ല, ശരിയാ. പക്ഷേ നമ്മൾ ദൈവരാജ്യം ആയിക്കഴിഞ്ഞതും അല്ല ഓട്ടോ സപ്ലൈ. ഇതൊന്നും തിരിച്ചറിയണം. ഈ സത്യം ഒന്ന് അറിയണ്ടേ. സത്യം അറിഞ്ഞ സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. പല ദൈവരാജ്യത്തിൻ്റെ കീസുണ്ട്. കീ കിട്ടിയാൽ കാര്യം നടക്കും. പെട്ടിയുണ്ട്, പെട്ടി തുറക്കാൻ പറ്റുന്നില്ല, കീ വേണ്ടേ? അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ കീകൾ ഉപയോഗിക്കുക. നമ്മളാണ് ദൈവത്തിൻ്റെ രാഷ്ട്രം. ഈ ഒരു സംഭവം തിരിച്ചറിയുക. അപ്പം ഞാൻ അടുത്തതിലേക്ക് പൊക്കോട്ടെ. ഇത് മനസ്സിലായാലേ നിങ്ങൾക്ക് ഗുളിക കഴിച്ചൊന്നും ഇത് മനസ്സിലായാലേ വിശ്വസിക്കാൻ പറ്റൂ. വിശ്വസിച്ചാലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. മനസ്സിലാകാതെ വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ അപ്പച്ചനും അങ്ങളിന് മനസ്സിലായ ഈ പറഞ്ഞ എന്നാന്ന്? നമ്മളാണ് ദൈവത്തിൻ്റെ രാഷ്ട്രം. പക്ഷേ അപ്പച്ചൻ്റെ പേരെന്താ? അബ്രഹാം അല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക, അല്ലെങ്കിൽ മറന്നു പോയിക്കൊണ്ടിരിക്കും. അബ്രഹാം. ഇത് അബ്രഹാം രാജ്യമാണ്. അബ്രഹാം രാജ്യം മാറിയിട്ട് എന്താകണം? ദൈവരാജ്യം ആകണം. അവസാനം അബ്രഹാം പറയൂ, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എൻ്റെ പിതാവ് എന്താണോ പറയുന്നത് അതേപോലെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ ക്രിസ്തു പറഞ്ഞതുപോലെ പറയത്തക്ക രീതിയിലേക്കാവും. അപ്പോഴാണ് ദൈവരാജ്യം ആകുന്നത്. ഹല്ലേലൂയ. അപ്പം ഇത് നമ്മൾ തിരിച്ചറിയുക, ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. ഇത് നമ്മൾ സ്വന്തം രാജ്യമായതുകൊണ്ടാണ് നമ്മൾ തന്നെ എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരുന്നത്. ദൈവരാജ്യം ആകുമ്പോൾ ദൈവം തലയായി ദൈവം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് മനസ്സിലാക്കി നമ്മളൊരു പരിശുദ്ധ രാഷ്ട്രമാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പരിശുദ്ധ രാഷ്ട്രം, ദൈവത്തിൻ്റെ പരിശുദ്ധ രാഷ്ട്രം. അതൊരു ബോഡിയാണ്, വൺ ബോഡി, ഒരു ശരീരമായി വിളിച്ചിരിക്കുന്ന ഒരു ബോഡിയാണ്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയണം. ഇനി അടുത്തത് കേൾക്കാൻ പോകുന്നത്, ഇത് എങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് നമ്മളിൽ ഇത് പ്രവർത്തിക്കുന്നത്. എൻ്റെ മക്കളെ, ഇത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ വെള്ള ഉടുപ്പിട്ടത് കൊണ്ടോ, നമ്മൾ വെള്ള ചുരിദാർ ഇട്ടതുകൊണ്ടോ, കറുത്ത പാൻറ്റും വെള്ള ഷർട്ട് ഇട്ടതുകൊണ്ടോ, വെള്ള ഒറ്റക്കുപ്പായം ഇട്ടതുകൊണ്ടോ ഒന്നുമല്ല ഇത് പ്രവർത്തിക്കുന്നത്. നമ്മളിതിൽ പ്രവർത്തിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമായ സ്വർഗസ്ഥ പിതാവ്, പഴയ ഉടമ്പടിയിലെ യഹോവയാം ദൈവമെന്നും പുതിയ ഉടമ്പടിയിൽ സ്വർഗസ്ഥ പിതാവെന്നും അപ്പേർ ചെയ്യുന്ന ആ പിതാവ് നമ്മളിലൂടെ, കണ്ണുകളൊക്കെ തുറന്നേ, ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മളിലൂടെ ഈ ലോകത്തേക്ക് വെളിപ്പെട്ടാൽ നമ്മൾ ദൈവത്തിൻ്റെ രാഷ്ട്രമായി. വ്യക്തമായിട്ട് കേൾക്കണം. സ്വർഗത്തിലെ ദൈവം പഴയ ഉടമ്പടിയിൽ യഹോവയാം ദൈവമെന്നും പുതിയ ഉടമ്പടിയിൽ സ്വർഗസ്ഥ പിതാവെന്നും യേശുക്രിസ്തു യഹൂദന്മാരോട് ഇങ്ങനെ പറഞ്ഞു, എന്നെ മഹത്വപ്പെടുത്തുന്നത് എൻ്റെ പിതാവാണ്, യഹൂദന്മാരായ നിങ്ങൾ ആ എൻ്റെ പിതാവിനെ ദൈവമെന്ന് വിളിക്കുന്നു. പഴയ ഉടമ്പടിയിൽ യഹോവയാം ദൈവവും പുതിയ ഉടമ്പടിയിൽ യേശുക്രിസ്തുവിൻ്റെ പിതാവായ സ്വർഗസ്ഥ പിതാവും.
യേശുക്രിസ്തു എന്ന ദൈവപുത്രനിലൂടെ, യേശുക്രിസ്തു എന്ന ദൈവരാജ്യത്തിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെട്ടതുപോലെ, ഇമ്മാനുവൽ ആയതുപോലെ, ദൈവം മനുഷ്യരോടുകൂടെ ആയതുപോലെ നമ്മളിലൂടെയും ആയാൽ നമ്മൾ ദൈവരാജ്യമായി. മനസ്സിലായോ? അല്ല എങ്കിൽ നമ്മൾ നമ്മുടെ രാജ്യമാണ്. ഷാജി രാജ്യം, ഷെർലി രാജ്യം, മീനാക്ഷി രാജ്യം, മേരി രാജ്യം, ജോസ് രാജ്യം, നാട്ടുരാജ്യങ്ങളാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മളിലൂടെ വെളിപ്പെടണം. ഇതാണ് പഴയ ഉടമ്പടിയിൽ പറയുന്നത്, യഹോവയ്ക്ക് വഴിയൊരുക്കുവേൻ. കേട്ടിട്ടുണ്ടോ? നമ്മളോട്, മനുഷ്യരോട് പറയുകയാണ്, യഹോവയ്ക്ക് വഴി ഒരുക്കുവേൻ. ശ്രദ്ധിച്ച് കേൾക്കണേ. ഹല്ലേലൂയ. യഹോവയ്ക്ക് വഴി ഒരുക്കുവിൻ. അതായത് സ്വർഗസ്ഥ പിതാവ് നിന്നിലൂടെ ഈ ഭൂമിയിലേക്ക് വരുവാൻ വഴിയൊരുക്കാൻ ആത്മാവാകുന്ന ദൈവം നിന്നിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെടാൻ വഴിയൊരുക്കുക. നീയാണ് ദൈവത്തിന് ഭൂമിയിലേക്ക് വെളിപ്പെടാനുള്ള വഴി. അങ്ങനെ നിന്നിലൂടെ ദൈവം ഇറങ്ങിയാൽ നീ ദൈവരാജ്യമായി മാറി. നിന്നിലൂടെ ദൈവം ഇറങ്ങിയാൽ നീ ദൈവരാജ്യമായി മാറി. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. മോൻ്റെ പേരെന്താ? സുധീഷ് അല്ലേ? സുനീഷ് അല്ലേ? സുനീഷ് ഇങ്ങ് വന്നേ. സുനീഷ് ഇങ്ങ് വന്നു. എന്താ സുനീഷ് ഇങ്ങ് വന്നേ? സുനീഷിൻ്റെ കാലിങ്ങോട്ട് നടന്നു വന്നു. എന്തുകൊണ്ടാണ് സുനീഷിൻ്റെ കാലിങ്ങ് നടന്നു വന്നേ? വിളിച്ചതുകൊണ്ട്. സത്യമാണ്. വിളിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? സുനീഷ് കേട്ടപ്പോൾ എന്ത് സംഭവിച്ചു? സുനീഷിൻ്റെ മനസ്സിൽ വന്നു, ഹെഡിൽ എത്തി. ഈ ഹെഡാണ് ആരെ ചലിപ്പിച്ചത്? സുനീഷിൻ്റെ കാലിനെ ചലിപ്പിച്ചത്. അപ്പോൾ സുനീഷിൻ്റെ കാല് എന്തിൻ്റെ കീഴിലാണ്? സുനീഷിൻ്റെ തലയുടെ കീഴിലാണ്. അപ്പോൾ സുനീഷിൻ്റെ കാല് സുനീഷ് രാജ്യത്തിലല്ലേ? സുനീഷിൻ്റെ കാല് ഏത് രാജ്യത്തിലാണ്? സുനീഷ് രാജ്യത്തിലല്ലേ? അപ്പോൾ സുനീഷിൻ്റെ കാലിലൂടെ ആരാ വെളിപ്പെട്ടെ? സുനീഷല്ലേ വെളിപ്പെട്ടെ? പിടുത്തം കിട്ടിയ? സുനീഷിൻ്റെ കാലിലൂടെ സുനീഷ് വെളിപ്പെട്ടു. അപ്പോൾ സുനീഷിൻ്റെ ചിന്തകളാണ് സുനീഷ്. അപ്പോൾ സുനീഷിന് വഴിയൊരുക്കിയത് ആരാ? കാലുകളല്ലേ? അപ്പോൾ സുനീഷിൻ്റെ കാലുകളിലൂടെ ഈ ഭൂമിയിലേക്ക് വെളിപ്പെട്ടത് സുനീഷിൻ്റെ തലയാ. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. അപ്പോൾ സുനീഷിൻ്റെ തല എന്താണോ ചിന്തിച്ചത് അത് വെളിപ്പെട്ടത് കാലിലൂടെയാണ്. അപ്പോൾ ഈ തലയ്ക്ക് കാലെന്തായി മാറി? വഴിയായി മാറി. പിടുത്തം കിട്ടിയ? കാല് വഴിയായി മാറി. ആർക്ക്? സുനീഷിൻ്റെ തലയ്ക്ക്. ഇതേപോലെ സ്വർഗസ്ഥ പിതാവിന് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വഴിയായി മാറി. താൻ ഈ ഭൂമിയിൽ ഒന്ന് ജീവിച്ചപ്പോൾ ഇതുപോലെയാണ് ക്രിസ്തു പറഞ്ഞത്, എന്നെ കാണുന്നവൻ അദൃശ്യനായ ആത്മാവാകുന്ന എൻ്റെ അപ്പനെ ഈ ജഡത്തിലൂടെ കാണുന്നു. പിടുത്തം കിട്ടിയ? പക്ഷേ ഈ മനുഷ്യർക്ക് ഇതൊന്നും മനസ്സിലായില്ലെന്നുള്ളൂ. എന്നിട്ട് വീണ്ടും അവർ ചോദിച്ചു അങ്ങ് പിതാവിനെ കാണണമെന്ന്. ഹല്ലേലൂയ. കാരണം അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇനി ക്രിസ്തുവിലുള്ള നമ്മളിൽ ഇത് തന്നെ സംഭവിക്കണം. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നമ്മുടെ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. കാരണം ക്രിസ്തുവിൻ്റെ തല അത്യുന്നതനായ ദൈവം യഹോവയാണ്, ദൈവം സ്വർഗസ്ഥ പിതാവ്. ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തുവിൻ്റെ ജഡത്തിലൂടെ ദൈവം വെളിപ്പെട്ടു. യഹോവയാൻ ദൈവം വെളിപ്പെട്ടു. ഇതാണ് 1 തിമോത്തി അതിൻ്റെ 3:15-16 വാങ്ങിൽ എഴുതി വച്ചിരിക്കുന്നത്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ആരുടെ ജഡത്തിൽ? ക്രിസ്തുവിൻ്റെ ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതാണ് ക്രിസ്തുവിൻ്റെ തല ദൈവം എന്ന് ബൈബിൾ പറയുന്നത്. ആ തലയായ ദൈവം ക്രിസ്തുവിൻ്റെ ജഡത്തിലൂടെ വെളിപ്പെട്ടു. യഹോവയ്ക്ക് ക്രിസ്തു ഭൂമിയിൽ ഒരു വഴിയായി തീർന്നു തൻ്റെ ജീവിതകാലത്ത്. അത് കഴിഞ്ഞേ ഇല്ല, ഫിനിഷ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങൾക്ക് മനസ്സിലായോ?
വഴിയൊരുക്കുക എന്ന് പറഞ്ഞാൽ സുനീഷിൻ്റെ ഹെഡിലാണ് ചിന്ത. ആ ചിന്തകൾക്ക് സുനീഷിൻ്റെ കാല് വഴിയൊരുക്കി. പിടുത്തം കിട്ടിയ ഇതേപോലെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ചിന്തകൾക്ക് ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ശരീരമായ അവയവമായ ഞാനും നിങ്ങൾ വഴിയൊരുക്കണം. നമ്മൾ അവയവമായി തീരണം, തലയാകരുതെന്ന് അർത്ഥം. നമ്മൾ തലയായാൽ നമ്മൾ നമ്മുടെ രാജ്യമാണ്. എന്നാൽ ക്രിസ്തു നമ്മുടെ തലയായാൽ നമ്മൾ ക്രിസ്തുവിൻ്റെ രാജ്യമാണ്. പക്ഷെ ക്രിസ്തുവിൻ്റെ തല ദൈവമായതുകൊണ്ട് നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവമായാൽ നാം ദൈവത്തിൻ്റെ രാജ്യവുമായി മാറിക്കഴിഞ്ഞു. പിടുത്തം കിട്ടിയ എല്ലാം കണക്റ്റഡാ. നമ്മുടെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം. നമ്മൾ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. ഏത് ദൈവം? അത്യുന്നതനായ ദൈവം. ഇതെല്ലാം ദൈവ കുടുംബത്തിലേക്ക് വരുമ്പോൾ എല്ലാം ദൈവം, അതായത് സ്വർഗസ്ഥ പിതാവും തൻ്റെ മക്കളുമായി എല്ലാം ഗോഡ് കാറ്റഗറി, എല്ലാം ദൈവങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ നടുവിൽ അത്യുന്നതനായ ദൈവം ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഞാൻ ഇദ്ദേഹത്തെ വിട്ടോട്ടെ, ക്ലിയർ ആയല്ലേ? ഹല്ലേലൂയ. ഇനി നിങ്ങൾ ചിന്തിച്ചോ, ചെന്നോ നിങ്ങൾ, താങ്ക് യു മോനെ. നിങ്ങൾ ചിന്തിച്ചോ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ രാജ്യമാണ്. നമ്മുടെ തലയുടെ വഴിയാണിത് മൊത്തം. മനസ്സിലായോ? തലയുടെ വഴിയാണിത് മൊത്തം. തലയുടെ വഴി. സിസ്റ്ററുടെ പേര് മേരി അല്ലേ? ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നി. ഇത് തന്നെ അല്ലേ? ആ പേനയും തരുമോ? പേന തരുമോ? ഇത് വേണ്ട, ഈ സിസ്റ്റർ പേന തരുന്ന വേണ്ട. വിടല്ലേ. അപ്പോൾ സിസ്റ്ററുടെ കയ്യെ, മേരി സിസ്റ്ററുടെ കയ്യെ നോക്കിയേ, ഒരു വഴിയായിരിക്കണ വേണ്ട, കൈ വഴിയായിരിക്കണ വേണ്ട. മേരി സിസ്റ്ററുടെ തല ചിന്തിച്ചോ പേന എനിക്ക് തരണമെന്ന്. വഴിയായത് എന്താ? കൈയല്ലേ? വേണ്ട, കൈ വഴിയായി. ആരുടെ വഴി? മേരിയുടെ വഴിയായി മാറി കേട്ടോ. ഇതേപോലെ സ്വർഗസ്ഥ പിതാവ് നമ്മുടെ തല. അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥ പിതാവിൻ്റെ സ്വർഗസ്ഥ പിതാവ് തലയായിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അവയവങ്ങളായി മാറുകയാണ്. എവിടെ? ക്രിസ്തുവിൽ. ആദത്തിൽ അങ്ങനെയൊന്നുമില്ല, ക്രിസ്തുവിലാണ് സംഭവിക്കുന്നത്. ചെന്നിരുന്നു. താങ്ക് യു. കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ യഹോവയ്ക്ക് വഴിയൊരുക്കുവേൻ എന്നൊരു സംഭവം നടക്കുകയാണ്. ഇത് നമ്മൾ ഒരുക്കിയാൽ നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരായി. ഇതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ നമുക്കിത് കാണാൻ കഴിയും. ഇത് വ്യക്തതയോടെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ യഹോവയ്ക്ക് വഴിയൊരുക്കുക എന്ന ആ തലത്തിലേക്ക് നമ്മൾ മാറണം, മനസ്സിലാക്കി മാറണം. യഹോവയ്ക്ക് നമ്മൾ വഴിയായി തീരുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിന് നമ്മൾ വഴിയായി തീരുകയാണ്. ഓ ഫാദർ, വി താങ്ക് യു. വായിച്ചേ. യെശയ്യാവ് 40:3. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. പിടുത്തം കിട്ടിയ? ഇവിടെ വിളിച്ചു പറയാണ്, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു വഴി. നിങ്ങൾ വ്യക്തതയോടെ ഈ കാര്യം മനസ്സിലാക്കി പ്രവർത്തിച്ച അവനവനും നല്ലത്. നിങ്ങളുടെ ജീവിതം മനോഹരമാവും മക്കളെ. കാരണം നിങ്ങളുടെ ജീവിതത്തിലൂടെ ഈ വഴി ഒരുക്കി കഴിഞ്ഞാൽ അതിലൂടെ യാത്ര ചെയ്യുന്നത് ആരാ? മനുഷ്യനല്ല, അത്യുന്നതനായ ദൈവം അതിലൂടെ യാത്ര ചെയ്യും. നിങ്ങൾക്കറിയാമോ, ഒരു വഴി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, വഴി ഒരുക്കി കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുമുള്ളതെല്ലാം ഡെവലപ്പാവും. ഞാനൊക്കെ ദുബായിൽ ചെല്ലുമ്പോൾ, UAE ചെല്ലുന്ന സമയം 33 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അപ്പോൾ ഈ ഷാർജ, ദുബായ്, റാസൽ ഖൈമ ഷാർജ അറൗണ്ട് 80 കിലോമീറ്റർ 90 കിലോമീറ്റർ ഉണ്ട്. ഷാർജയിൽ നിന്ന് ദുബായ് ഏകദേശം 10 കിലോമീറ്ററിൻ്റെ അകലെ ഒരു മരുഭൂമിയാണ്. അപ്പോൾ ഈ ഒരു തലത്തിലാണ്. പക്ഷേ ഇന്ന് നോക്കിയാൽ ഒന്നും അങ്ങനെയൊന്നും അറിയാൻ പറ്റത്തില്ല. കാരണം ഈ ഷാർജ ദുബായ് റോഡ്, ആ 10 കിലോമീറ്റർ അറൗണ്ട് അപ്പുറവും ഇപ്പുറവും അമ്പരചുംബികളായ ഒരു റോഡ് വന്നു. അവിടെ അമ്പരചുംബികളായ കെട്ടിടങ്ങളാണ്. ഇത് രണ്ടും ഒരു പട്ടണമായിട്ട് തോന്നുള്ളൂ. എന്താ കാര്യം? ഈ റോഡ് വന്നപ്പോൾ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ അങ്ങ് വികസിച്ചു. നിങ്ങൾക്ക് വേണോ വികസനം? വേണോ സ്പിരിച്വൽ വികസനം? വേണോ? റോഡ് പോയാൽ വികസനമാണ്. നിങ്ങൾ എവിടെ ശ്രദ്ധിച്ചാലറിയാം, ആ റോഡ് വന്നതോടെ സ്ഥലത്തിനൊക്കെ വില കൂടി. ബ്രദറെ, അനുഗ്രഹമായി പോയിട്ടോ ഇല്ലേ? നിനക്ക് സ്വർഗത്തിൽ വില കൂടണോ? റോഡ് വരണം, നിൻ്റെ വില മാറും. ദൈവത്തിൻ്റെ വചനം പലയിടത്തും പറയുന്നുണ്ട്, അത് ദൈവസന്നിധിയിൽ വിലയേറിയതത്രേ.
റോഡ് വെട്ട് മക്കളെ വിലയേറും. റോഡ് വെട്ട് നിനക്കെന്താ അതിന് വിലയില്ലാത്ത? നീ റോഡ് വെട്ടിയിട്ടില്ല. റോഡ് വെട്ടുന്നതിനെ കുറിച്ച് നിനക്ക് അറിയത്തുമില്ല. റോഡ് വെട്ട യഹോവയ്ക്ക് റോഡ് വെട്ട, യഹോവയ്ക്ക് റോഡ് വെട്ട. ആ യഹോവ അതിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നിനക്ക് വിലയേറും. നീ സഞ്ചരിച്ച് കഴിഞ്ഞാലും ഞാൻ സഞ്ചരിച്ച ഒരു വിലയില്ല. ഹല്ലേലൂയ. യഹോവ സഞ്ചരിക്കണം. ഹല്ലേലൂയ. യഹോവ സഞ്ചരിക്കണം. ഇതുകൊണ്ടാണ് പറയുന്നത് തൻ്റെ ഭക്തൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാ. വിലയേറിയത്. ഹല്ലേലൂയ. വിലയേറിയതാ. എറണാകുളം സിറ്റിയിൽ MG റോഡിനടുത്തൊക്കെ ഇത്തിരി സ്ഥലം കിട്ടണമെങ്കിൽ ഭയങ്കര വില കൊടുക്കണം. എന്നാൽ മലയോര പ്രദേശത്ത് സ്ഥലം മേടിക്കാൻ വലിയ വിലയൊന്നും ഇല്ല. നമ്മൾ വെറും മലയോര പ്രദേശമാകാതെ ഇതാ നമ്മൾ ദൈവത്തിൻ്റെ ഭാഗമായി തീരുക, യഹോവയ്ക്ക് വഴിയൊരുക്കുന്നവരായി തീരുക. നമുക്ക് വിലയേറും. അകത്തെ ഗൂഢ മനുഷ്യൻ ദൈവത്തിന് വിലയേറിയതാ. ദൈവത്തിന് വിലയേറിയത് അന്വേഷിക്കണം. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, യഹോവയ്ക്ക് വഴി തുറക്കുക എന്ന തലം നമ്മളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് ഈ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ യേശുവിനെ അനുഗമിക്കുമ്പോൾ ഈ വഴിയുടെ വീതി കൂടി വരും. ഇതുകൊണ്ടാണ് യേശു പറയുന്നത്, അതായത് ഈ യഹോവയ്ക്ക് വഴിയൊരുക്കുന്നത് മുഴുവൻ യഹോവയുടെ ആത്മാവിലൂടെയാണ്. യഹോവയ്ക്ക് വഴിയൊരുക്കപ്പെടുന്ന മുഴുവൻ യഹോവയുടെ ആത്മാവിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. കേൾക്കുന്നുണ്ടോ? യഹോവയ്ക്ക് വഴിയൊരുക്കുന്ന മുഴുവൻ യഹോവയുടെ ആത്മാവിലൂടെയാണ്. യഹോവയുടെ ആത്മാവ് പുറപ്പെടുന്ന എവിടെ നിന്നാണെന്നറിയാമോ? എൻ്റെ മക്കളെ ഒന്ന് ശ്രദ്ധിച്ചേ. യഹോവയുടെ ആത്മാവ് എവിടെ നിന്നാണ് പുറപ്പെടുന്നതെന്നറിയാമോ? യഹോവയുടെ ആത്മാവ് പുറപ്പെടുന്ന യഹോവയിൽ നിന്നാണ്. സ്വർഗസ്ഥ പിതാവിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഇതുകൊണ്ടല്ലേ യേശു പറയുന്നേ, ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യത്തിൻ്റെ ആത്മാവ്. എവിടെ നിന്ന് പുറപ്പെടുന്ന? പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യത്തിൻ്റെ ആത്മാവ്. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യത്തിൻ്റെ ആത്മാവ്. നിങ്ങൾ മനസ്സിലാക്കണം, അതിനെക്കുറിച്ച് നന്നായിട്ടൊക്കെ പഠിക്കണം, നല്ലതാണ്. ഹല്ലേലൂയ. ആത്മാവിനെ കുറിച്ച് പിതാവിൻ്റെ ആത്മാവ്, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യത്തിൻ്റെ ആത്മാവ്. ആ യഹോവയ്ക്ക് വഴിയൊരുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയണത്. ശ്രദ്ധിച്ച് കേൾക്കണം. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യത്തിൻ്റെ ആത്മാവ് നമുക്ക് കിട്ടുന്ന യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെയാണ്. ഈ സമയം എനിക്ക് തോന്നുന്നു പിശാച് നിങ്ങളുടെ ഹൃദയങ്ങളെ കുരുടാക്കുമെന്ന് തോന്നുന്നു. ഇനി ആ യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് കിട്ടിയിട്ട് നമ്മളിലൂടെ അത് ഭൂമിയിലേക്ക് ഒഴുകും. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ വഴിയായി. ശ്രദ്ധിക്കണം, നമ്മൾ ദൈവത്തിൻ്റെ വഴിയായി. അപ്പോൾ ഈ ഒരു തലം നിങ്ങൾ തിരിച്ചറിയണം, നമ്മൾ ദൈവത്തിൻ്റെ വഴിയായി. എങ്ങനെ? ഈ യഹോവയിൽ നിന്ന് ആരംഭിക്കുന്ന പരിശുദ്ധ ആത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ് നമ്മിലൂടെ ഈ ഭൂമിയെ സ്പർശിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ വഴിയായി. ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അടുത്ത ആളോട് പറഞ്ഞേ, എങ്ങനെയാ നമുക്ക് ദൈവത്തിൻ്റെ വഴിയാകാൻ പറ്റണമെന്ന് ഇപ്പോൾ പറഞ്ഞൊന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായെന്നർത്ഥം. പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പപ്പയാണെന്നർത്ഥം. കൈ കൊടുത്ത് എന്താ പറഞ്ഞത് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ പൊന്നു മക്കളെ, യഹോവയ്ക്ക് വഴിയാകുന്നത് എങ്ങനെയാണെന്ന് മക്കളെ നിങ്ങളെ പഠിപ്പിക്കണം. ഓൺലൈനിലുള്ള എല്ലാവരെയും സകലരെയും പഠിപ്പിക്കുന്നത് യഹോവയ്ക്ക് വഴിയാകുന്നത് എങ്ങനെയാണ്. യഹോവയിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ, യഹോവയുടെ ആത്മാവ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് വഴി നമ്മിലൂടെ ഈ ഭൂമിയിലേക്ക് പുറപ്പെട്ടാൽ നമ്മൾ യഹോവയ്ക്ക് വഴിയായി. ഹല്ലേലൂയ. പിടുത്തം കിട്ടിയാ? യഹോവയ്ക്ക് വഴിയായാൽ നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരായി, ദൈവരാജ്യമായി. അത് നിലനിർത്തണം, വർദ്ധിക്കണം യേശു അനുഗമിക്കുന്നതിലൂടെ. ഇത് തിരിച്ചറിയാം. അങ്ങനെ ഇത് യേശുവിൽ വിശ്വസിക്കുമ്പോൾ സംഭവിക്കേണ്ടത് നമ്മുടെ പേര് ഏതോ ഗ്രൂപ്പിൽ രജിസ്റ്റർ ചെയ്യലല്ല.
യേശുവിൽ വിശ്വസിക്കുമ്പോൾ സംഭവിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. യേശു പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ, പരിശുദ്ധാത്മാവിൻ്റെ നദികൾ അവനിൽ നിന്ന് അവളിൽ നിന്ന് ഒഴുകും. എങ്ങോട്ട്? ഭൂമിയിലേക്ക്, ലോകത്തിലേക്ക് ഒഴുകും. അവനാണ് യഹോവയ്ക്ക് വഴി. മനസ്സിലായ? അല്ലാത്തവൻ്റെ ഒക്കെ പേര് ചുമ്മാ പള്ളി രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ. മാമോദിസ മുക്കി അല്ലെങ്കിൽ സ്നാനപ്പെട്ട് പള്ളിയിലായി ഞാൻ ഇന്ന ഗ്രൂപ്പ്, സോ ആൻഡ് സോ ഗ്രൂപ്പ്. ഒരു കാര്യവുമില്ല. ഗ്രൂപ്പൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ, അതിനൊന്നും ഉപദ്രവിക്കാൻ പോകണ്ട. ചെത്ത കുഴിച്ചിടാൻ എന്തെങ്കിലും രജിസ്ട്രേഷൻ വേണമല്ലോ, ഇല്ലേ? മരിച്ച കുഴിച്ചിടാനുള്ള സംഭവങ്ങൾ വേണം, വിവാഹം നടത്തുന്ന പരിപാടി, ഇങ്ങനെ പലതും ഉണ്ട്. അതിനൊന്നും ഉപദ്രവിക്കേണ്ട, അതൊക്കെ അവിടെ കിടന്നോട്ടെ. പക്ഷേ അതായിട്ട് അറിയപ്പെടാതെ എൻ്റെ മോളെ അവനവനെ തന്നെ പരിശോധിക്കുക. എൻ്റെ ഉള്ളിൽ നിന്ന് ഈ പിതാവിൽ നിന്ന് ആരംഭിക്കുന്ന ജീവജല നദി എന്നിൽ നിന്ന് പുറപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് അവനവനെ തന്നെ പരിശോധിക്കണം. ഹല്ലേലൂയ. അങ്ങനെ പുറപ്പെടുന്നുണ്ടെങ്കിൽ നാം യഹോവയ്ക്ക് വഴി തുറന്നു. ആ വഴിയുടെ ചിലപ്പോൾ വല്ലപ്പോഴും തുറക്കുന്നൊരു വഴിയായിരിക്കും തൽക്കാലത്തേക്ക്. പക്ഷേ അതിന് പിന്നെ യേശു അനുഗമിക്കുന്നത് വഴി, അതിൻ്റെ വീതി, ആ നടവഴി മാറി കാട്ടുവഴി മാറി നടവഴിയാകും, നടവഴി മാറി ഇടവഴിയാകും, ഇടവഴി മാറി വൺ വേ ആകും, വൺ വേ മാറി ടു വേ ആകും എന്നതുപോലെ അങ്ങോട്ട് അതിൻ്റെ പവറങ്ങ് കൂടി വരും. മനസ്സിലാകുന്നുണ്ടോ? ഇതാ ദുബായിലെ ചില റോഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 6 12 ട്രാക്കാണ്. അപ്പോൾ ഇതേപോലെ പണ്ടൊന്നും അത്ര ആയിരുന്നില്ല, അതൊക്കെ ചെറിയ റോഡുകളായിരുന്നു. പക്ഷേ വികസനം വന്ന് അതങ്ങ് വലുതാകാൻ തുടങ്ങി. ഇതേപോലെ കുഞ്ഞെ നിൻ്റെയും എൻ്റെ അകത്ത് വികസനം വരണം. അങ്ങനെ വികസനം വരുമ്പോൾ റോഡിൻ്റെ 2 സൈഡിലോ അമ്പരചുംബികളായ കെട്ടിടങ്ങളാവും. വികസനം. ഇതാ കർത്താവിൻ്റെ വചനം പറയുന്നത്, ഈ നദി എതിലൂടെ എല്ലാം കടന്നു പോകുന്നു അവിടെ ചലിക്കുന്നതെല്ലാം വികസനം പ്രാപിക്കും, ജീവൻ പ്രാപിക്കും. നിങ്ങൾക്ക് വികസനം പ്രാപിക്കണം. ഈ നദി കടന്നു പോട്ടെ. നദിക്ക് തടസ്സമായതൊന്നും അനുവദിക്കരുത്. നദി കടന്നു പോകണം. വികസനം ഓട്ടോമാറ്റിക്കാണ്. ഹല്ലേലൂയ. റോഡ് പോയാൽ മതി, വികസനം ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? യഹോവയ്ക്ക് വഴി തുറക്കുക. അതുവഴി യുണൈറ്റഡ് ഹോളി നേഷൻ ഓഫ് ഗോഡായി തീരുകയാണ്. ഹല്ലേലൂയ. യുണൈറ്റഡ് ഹോളി നേഷൻ ഓഫ് ഗോഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലേ? ഈ അമേരിക്ക നേരത്തെ ഇല്ലായിരുന്നു ഇതുപോലെ. അതൊരു രാഷ്ട്രമായി മാറിയതാ. ഇന്ന് 50 സ്റ്റേറ്റ്സുകളുണ്ട്. ഹല്ലേലൂയ. നേരത്തെ ഉണ്ടാക്കിയപ്പോൾ ഇത്രയും സ്റ്റേറ്റ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നെ അത് +1 വന്ന് ഇന്ന് 50 സ്റ്റേറ്റുകൾ യുണൈറ്റഡായി ഒരു രാഷ്ട്രമായി മാറി. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോൾ നമ്മളുടെ കേസിൽ നേരത്തെ സ്വർഗസ്ഥ പിതാവും തൻ്റെ പുത്രനും മാത്രമേ യുണൈറ്റഡ് ആയിട്ടുള്ളൂ. ഇതുകൊണ്ടാണ് പുത്രൻ പറയുന്നത്, ഞാനും പിതാവും യുണൈറ്റഡ് ആണ്, ഒന്നാണ്. ഹല്ലേലൂയ. എന്നാൽ നമ്മളോട് പറയുകയാണ്, രാഷ്ട്രം വികസിക്കുകയാണ്. എൻ്റെ പിതാവ് രാഷ്ട്രം, കിങ്ഡം നിങ്ങൾക്ക് തരാൻ പ്രസാദിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും, ശാന്തപ്പനും തൊമ്മിക്കുട്ടനും മേരിക്കുട്ടിയും എല്ലാം നിങ്ങളും ഞങ്ങളിൽ ഒന്നാകണം, യുണൈറ്റഡ് ആകണം. അങ്ങനെ നമുക്ക് ഈ രാഷ്ട്രം വികസിപ്പിക്കാം, ഒരു യുണൈറ്റഡ് ഹോളി നേഷൻ ഓഫ് ഗോഡ് ആയിത്തീരാം. വല്ലതും മനസ്സിലായ? യുഗങ്ങൾക്ക് മറിഞ്ഞിരുന്ന മർമ്മമാണ് കർത്താവ് നിങ്ങളെ അറിയിക്കുന്നത്. ഹല്ലേലൂയ. ഇതാണ് യേശുക്രിസ്തു പലവട്ടം പറയുന്നത്, ഞാനും എൻ്റെ പിതാവ് ഒന്നാണ്. നമ്മളിൽ ഇത് അറിയാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്തു? യേശുവാണ് പിതാവെന്നും പറഞ്ഞ് പുതിയൊരു സഭയുണ്ടാക്കി, യേശു നാമം. അല്ലേ? എൻ്റെ പൊന്നു മക്കളെ, സഭയുടെ എണ്ണ ഇനി വേണ്ട. ആദ്യമുള്ള സത്യം മനസ്സിലാക്കുക. ഹല്ലേലൂയ. നമ്മളെ ദൈവത്തിൻ്റെ കുടുംബമായ വിളിച്ചിരിക്കണേ. നിങ്ങൾ എല്ലാ സഭക്കാരും ഗ്രൂപ്പുകാരും മനസ്സിലാക്കേണ്ടത്, യേശു എന്ന കോമൺ ഗ്രൗണ്ട്, അതിൽ നമ്മൾ അടിസ്ഥാനമിട്ട് നിൽക്കുക. ഹല്ലേലൂയ. പിന്നെ നമ്മളുടെ പാരമ്പര്യവും നമ്മുടെ ട്രഡീഷനും അനുസരിച്ച് പല വിശ്വാസം ഉണ്ടാകും നമുക്ക്. ആ ക്രിസ്തുവിൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ ദൈവവചനത്തിന് നിരക്കാത്തതൊക്കെ നമ്മളിന്ന് പോകാൻ തുടങ്ങും. അങ്ങനെ നമ്മളെല്ലാം കൂടെ ക്രിസ്തുവിൽ ഒന്നായിത്തീരും. ഈ ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കണം. അല്ലാണ്ട് എൻ്റെ ഗ്രൂപ്പ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെയേ പറയുള്ളൂ, അതുകൊണ്ട് അവന് ആ ഗ്രൂപ്പുകാരോട് ഞങ്ങൾ കൂടത്തില്ല, പെണ്ണിനെ പോലും കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാതെ യേശു ക്രിസ്തു എന്ന കോമൺ ഗ്രൗണ്ടിൽ അടിസ്ഥാനം ഇടുക. പലതിലും നമ്മുടെ ചിന്തകൾ പലതാണ്.
ആയിക്കോട്ടെ. പക്ഷേ കോമൺ ഗ്രൗണ്ട് ക്രിസ്തു ആണോ? അതിൽ നമ്മൾ ഒന്നാണ്. മറ്റത് ക്രിസ്തുവിൽ വളരുമ്പോൾ നമ്മൾ അടുത്തടുത്ത് വന്നുകൊണ്ടേയിരിക്കും. ക്രിസ്തുവെ അനുഗമിക്കുമ്പോൾ ഇത് തിരിച്ചറിയുക. പരസ്പരം ഉപദ്രവിക്കാൻ പോകരുത്, തിന്മ പറയാൻ പോകരുത്, സത്യം തന്നെ വിളിച്ചു പറയുക. അപ്പം നമ്മൾ ഒന്നാകും. ഇതാ ഏതെങ്കിലും ദേവദാസന്മാർ പറഞ്ഞതാണ് എൻ്റെ ഹൃദയത്തിൽ വന്ന ചിന്തയാണ്. ഞാൻ നിങ്ങളോട് പറയാം, ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. നിങ്ങൾ എവറസ്റ്റിൽ പോയിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഞാൻ പോയിട്ടുണ്ട്. എവറസ്റ്റിൻ്റെ മുകളിൽ കാലുകൊണ്ട് കയറാൻ സമയമില്ലാത്തതുകൊണ്ട് വിമാനത്തിലാണ് പോയെ. നേപ്പാളിൽ ചെന്ന് അവിടുന്ന് കാഠ്മണ്ഡുവിൽ നിന്ന് എവറസ്റ്റ് കാണുന്ന വിമാനമുണ്ട്. അപ്പോൾ അതിൽ കയറി, അതിനുവേണ്ടി മാത്രമുള്ളതാണ് ഞങ്ങൾ എവറസ്റ്റിൻ്റെ മുകളിൽ ചെന്ന്. അപ്പോൾ ഓരോ ഗ്രൗണ്ടിലും ഓരോ സ്റ്റേഷനുകളൊക്കെ കാണാം, കയറുന്ന പർവ്വതം കയറുന്നവർ. അങ്ങനെ അതിൻ്റെ മുകളിലൊക്കെ പോയി ആ മുകളിലൊക്കെ ഒന്ന് കണ്ട് ഇറങ്ങിയില്ല, കാലൊന്നും കുത്തില്ല, അതിന് മുകളിൽ ഇങ്ങനെ കറങ്ങി തിരിച്ചു പോന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, അതിൻ്റെ ആ പർവ്വതനിരകളുടെ ഒരു ഭാഗം ഇന്ത്യയാണെങ്കിൽ ഒരു ഭാഗം നേപ്പാളാണ്, ഒരു ഭാഗം ചൈനയുടെ ഭാഗത്ത് പോകും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എവറസ്റ്റിൻ്റെ ഒരു കോമൺ പോയിന്റിലേക്ക് ഈ 3 രാജ്യത്തു നിന്ന് ആളുകൾ കയറുകയാണ്. നമ്മുടെ കോമൺ പോയിൻ്റാണ് ക്രിസ്തുവിൻ്റെ മനസ്സ് അല്ലെങ്കിൽ ദൈവരാജ്യം. ഹല്ലേലൂയ. കയറുന്ന സമയത്ത് ചൈനയിൽ നിന്ന് കയറുന്നവരുണ്ട്, നേപ്പാളിൽ നിന്ന് കയറുന്നവരുണ്ട്, ഇന്ത്യയിൽ നിന്ന് കയറുന്നവരുണ്ട്. ഭയങ്കര ദൂരമാണ്. പക്ഷേ അവരുടെ ലക്ഷ്യം ഒന്നാ, ക്രിസ്തുവിൻ്റെ മനസ്സ് അല്ലെങ്കിൽ ദൈവരാജ്യം. ക്രിസ്തുവിൻ്റെ മനസ്സെന്താ? ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്, എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നത്. അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് ഒരാൾ കയറുന്നു. മോനെ ഞെട്ടിപ്പോയോ? ഉറങ്ങുന്നത് കൊണ്ട് ഞെട്ടിയത്? നീ വന്നേ. ഓക്കെ, ശ്രദ്ധിക്കുക. അഭിലാഷിങ് വന്നേ. ഓ ഫാദർ, മോനിങ് വന്നേ. ആ, അവിടെ നിൽക്ക്. ചൈനയിൽ നിന്ന് കയറുന്നു, മോനെ അവിടെ നിൽക്ക്. ഇന്ത്യയിൽ നിന്ന് കയറുന്നു, അവിടെ നിൽക്ക്. അവിടെ നിന്ന് കുറച്ച് അവിടെ നിന്ന്, അല്ല എങ്ങോട്ട് ദേ അവിടെ പോയി നിൽക്ക്. നേപ്പാളിൽ നിന്ന് കയറുന്നു, ഇച്ചിരി മാറിയുന്നു. ഇതൊരു 3 പേര് തമ്മിൽ അകലുമില്ലേ? ഇതാണ് എവറസ്റ്റ്, ഇതാണ് അതിൻ്റെ കോമൺ പോയിന്റ്. ഇവിടെയാണ് അവർക്ക് എത്തേണ്ടത്. ഇതാണ് ക്രിസ്തുവിൻ്റെ മനസ്സ്. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ അത്രേ വന്നത്. ഓക്കെ, ഇവർ 3 രാജ്യങ്ങളിൽ നിന്ന് കയറുകയാണ്. ആ മക്കളെ ഇങ്ങോട്ടേക്ക്. നീ മോൻ ഉറങ്ങുവാണല്ലോ, ഉറക്കം പോയില്ല അല്ലേ? ശ്രദ്ധിച്ചേ, ഇത് കണ്ട, ഇങ്ങോട്ടേക്കാണ് നടന്നു വരേണ്ടത്. ശ്രദ്ധിച്ചേ, ഇങ്ങോട്ടേക്ക് നടന്നു വരണം. ഇവിടെ വന്നിട്ട് എല്ലാവരും ഇതിൻ്റെ മുകളിലും തുടങ്ങും. ഓക്കെ, ഓരോ സ്റ്റെപ്പ് എടുത്ത് പയ്യെ ഓരോ സ്റ്റെപ്പ് എടുത്ത് വന്നേ. ഒരു സ്റ്റെപ്പ് എടുത്തേ. അവർ ഇങ്ങോട്ട് അടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എടുത്തേ. അടുക്കണുണ്ടോ? മൂന്നാമത്തെ സ്റ്റെപ്പ് എടുത്തേ. അത് യേശുവിനെ അനുഗമിക്കുകയാണ് എങ്കിൽ നമ്മളെല്ലാം കൂടി ഒന്നാകും. നമ്മൾ ഒന്നാകാത്തതിൻ്റെ കാരണം നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെ അനുഗമിക്കണേ. ഹല്ലേലൂയ. സ്വന്തം ഗ്രൂപ്പ് നിലനിർത്താൻ നോക്കണേ. നമ്മുടെ ഗ്രൂപ്പൊന്നും മരണത്തിന് ശേഷം ഇല്ല മക്കളെ. അവിടെ ദൈവരാജ്യം മാത്രമേ ഉള്ളൂ. അടുത്ത സ്റ്റെപ്പ് എടുത്തേ. വീണ്ടും അടുത്ത സ്റ്റെപ്പ് എടുത്തേ. അപ്പോൾ ചൈനയിൽ നിന്ന് കയറുന്ന ആളും ഇന്ത്യയിൽ നിന്ന് കയറുന്ന ആളും നേപ്പാളിൽ നിന്ന് കയറുന്ന ആൾ അടുക്കണുണ്ടോ? ആ കോമൺ പോയിന്റിലേക്ക്, എവറസ്റ്റിൻ്റെ കോമൺ പോയിന്റിലേക്ക് വരുന്നത് പോലെ വീണ്ടും ഒരു സ്റ്റെപ്പ് എടുത്തേ. ഇനി നിങ്ങൾ ഇതിൻ്റെ മുകളിൽ തൊട്ടേ. നടക്കാത്തവർ അടുത്ത് വന്ന് തൊട്ടേ. കണ്ടോ, എല്ലാവരുടെയും ഒന്നായില്ലേ? അപ്പോൾ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതേപോലെ ആയിരിക്കണം നമ്മൾ. യേശുക്രിസ്തു എൻ്റെ രക്ഷകൻ, യേശുക്രിസ്തു ദൈവപുത്രൻ, യേശുക്രിസ്തു എൻ്റെ വീണ്ടെടുപ്പുകാരൻ, യേശുക്രിസ്തു എൻ്റെ നായകൻ, യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് സ്വർഗ്ഗസ്ഥ പിതാവിൻ്റെ ഇഷ്ടമാണ്. ഇത് ഫോക്കസ് ചെയ്തുകൊണ്ട്, ക്രിസ്തുവിൻ്റെ മനസ്സിൽ ഫോക്കസ് ചെയ്ത് ഞാനും നിങ്ങൾ ക്രിസ്തുവെ അനുഗമിക്കുന്നുവെങ്കിൽ നമ്മൾ ഒന്നായിത്തീരും. ആത്മാവിലുള്ള ആ ഐക്യത ദേഹിയിലും കാണും. പിടുത്തം കിട്ടിയോ? ഇത് നമ്മളിൽ സംഭവിക്കണം. അല്ലാണ്ട് നമ്മൾ പരസ്പരം ഇടിച്ച് നിൽക്കുകയല്ല വേണ്ടത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഗ്ലോറി ടു ഗോഡ്. താങ്ക് യു മക്കളെ. ചെന്നിരുന്നാട്ടെ. ഇനിയും വിളിക്കും കേട്ടോ. ഉറങ്ങുമ്പോൾ വിളിക്കും. ഉറങ്ങിക്കോ. അപ്പോൾ ശ്രദ്ധിച്ചേ എൻ്റെ പ്രിയ സഹോദരങ്ങളെ,
അപ്പോൾ നമ്മളിൽ സംഭവിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് യഹോവയ്ക്ക് വഴി ഒരുക്കണം. യഹോവയ്ക്ക് വഴി ഒരുക്കണം. ആരെപ്പോലെ? ക്രിസ്തുവെ പോലെ. മനസ്സിലായോ? ക്രിസ്തു വെച്ചാൽ ദൈവരാജ്യമാ, ദൈവത്തിൻ്റെ മകനാ. ഇതുപോലെ നമ്മളും ദൈവത്തിൻ്റെ മകനായി തീരണം, ദൈവരാജ്യമായി മാറണം. യഹോവയ്ക്ക് വഴിയൊരുക്കുന്നവരവർ, യഹോവയെ ഭൂമിയിലേക്ക് വെളിപ്പെടുത്തുന്നവരാണ്. അപ്പോൾ ഈ ഒരു തലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയണം. യഹോവയെ ഭൂമിയിലേക്ക് വെളിപ്പെടുത്തുന്നവരാണ് അവരെല്ലാവരും. ഇത് വന്നാലേ നമ്മൾ ക്വാളിഫൈ ആവുകയുള്ളൂ, ടിക്കടിക്കുകയുള്ളൂ. ഇതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. മനുഷ്യപുത്രൻ, മനുഷ്യനെന്ന് പറയുന്നത് സ്വന്തം രാജ്യമാണ്. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യമാണ്. കാരണം അവൻ ദൈവാത്മാവാൽ നയിക്കപ്പെടുന്നവനാണ്. ഇതാണ് റോമ 8:14 പറയുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും, അങ്ങനെ ദൈവരാജ്യം ആയെന്ന് എന്താ തെളിവ്? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവപുത്രന്മാർ, അവരാണ് ദൈവരാജ്യം. മനസ്സിലായോ? ദൈവാത്മാവാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവരാജ്യം, അല്ലെങ്കിൽ അവരാണ് ദൈവപുത്രന്മാർ. തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതേ. ഹല്ലേലൂയ. ദൈവാത്മാവാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ വഴികൾ. എല്ലാം മാറി മാറി പറഞ്ഞു തരികയാണ്. പിടുത്തം കിട്ടിയ അവർ ദൈവത്തിൻ്റെ വഴിയാണ്, അവർ ദൈവത്തിൻ്റെ രാജ്യമാണ്, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നീ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. ഞാൻ അങ്ങനെയാണോ? എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ദൈവാത്മാവിൻ്റെ നദികൾ, ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അങ്ങനെയാണോ നമ്മളെ തന്നെ പരിശോധിച്ച്? അങ്ങനെയാണെങ്കിൽ നിനക്ക് വേണ്ടതൊക്കെ ചേർന്ന് വരും. കാരണം നിൻ്റെ അടുക്കലേക്ക് അഭിവൃദ്ധി നിൻ്റെ അടുക്കൽ വന്ന് സ്റ്റേ ചെയ്യാനായിട്ട്, നിൻ്റെ ഒരു വാക്ക് കേൾക്കാനായിട്ട്, നിന്നിലൂടെ റിലീസ് ചെയ്യുന്ന ജീവജല നദി ഒന്ന് സ്വീകരിക്കാനായിട്ട് ഇതാ ആളുകൾ വന്നുകൊണ്ടിരിക്കും. വികസനം വന്നുകൊണ്ടിരിക്കും. ഒരു റോഡ് പോവുക, ആ റോഡിൻ്റെ അടുക്കൽ കട തുടങ്ങാൻ, റോഡിൻ്റെ അടുക്കൽ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ, റോഡിൻ്റെ അടുക്കൽ പലതും ഉണ്ടാക്കാൻ ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പോലെ നിൻ്റെ അടുക്കിലേക്ക് ആളുകൾ വരും. നീ ആളെ തേടി പോകത്തില്ല, ആൾ നിന്നെ തേടി വരും. വികസനം നിന്നെ തേടി വരും. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. നീ നന്മയും കരുണയും പിന്തുടരത്തില്ല, നീ യഹോവയെ പിന്തുടരും. യഹോവ എൻ്റെ ഇടയനാകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തുണ്ട്? ആയുഷ്കാലമൊക്കെ നന്മയും കരുണയും എന്നെ പിന്തുടരും. ഇതാ യേശു വേറെ രൂപത്തിൽ പറഞ്ഞ, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, അതോടുകൂടെ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും എന്നുള്ളതും നിന്നെ പിന്തുടരും. എൻ്റെ മക്കളെ, ഇതല്ലേ നമ്മുടെ ഫെസിലിറ്റി. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? സ്വന്തം രാജ്യം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നോക്കുകയാണ്. കിട്ടാൻ നോക്കുക. പന്നിക്കൂടി കിടന്ന് ഒരു ആരാധനയും, പന്നിക്കൂടി കിടന്ന് ഒരു പ്രാർത്ഥനയും. വീട് മാറ്, സ്ഥലം മാറ് മക്കളെ, ലൊക്കേഷൻ മാറ്. പന്നിക്കൂട്ടി ഇന്ന് അപ്പൻ്റെ വീട്ടിൽ വാ. ഹല്ലേലൂയ. കാര്യങ്ങൾ ക്ലിയർ ആകും. എൻ്റെ ജീവിതം ഞാനീ പറയണേ കേട്ടോ. ഹല്ലേലൂയ. എൻ്റെ ജീവിതം ഞാനീ പറയണേ. അല്ലാണ്ട് ഗ്രൂപ്പ് കളിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മുടെ ഗ്രൂപ്പ് ഒന്നും നമ്മുടെ മരണശേഷമൊന്നും എങ്ങുമില്ല. ഹല്ലേലൂയ. അതൊക്കെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് രജിസ്റ്റർ ചെയ്തു, വലിയ ട്രസ്റ്റ് ആയിട്ടോ മറ്റൊക്കെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതൊക്കെ കിടന്നോട്ടെ, അതിനെ ഉപദ്രവിക്കൊന്നും വേണ്ട. ഭൂമിയിൽ വരുമ്പോൾ അതിൻ്റെ നിയമം. ഹല്ലേലൂയ. പക്ഷേ ഈ നിയമമൊന്നും അവിടെയില്ല. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ സംഭവം വ്യക്തമായിട്ട് തിരിച്ചറിയുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു തലം ഇതാ, ഞാൻ നിങ്ങളിൽ ചിലരെ വീണ്ടും വിളിക്കാൻ പോവാട്ടോ. മനസ്സിലാക്കേണ്ട വേറൊരു തലം നിങ്ങൾ പറയാം. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ പോവുക. നിങ്ങൾക്ക് പെട്ടെന്ന് ഈ സംഭവം മനസ്സിലാക്കാൻ വേണ്ടി പറയുക. ഇതൊരു യുണൈറ്റഡ് വർക്ക്. സ്വർഗസ്ഥ പിതാവും ക്രിസ്തുവും നമ്മളും കൂടെ പരിശുദ്ധാത്മാവിൽ ഒന്നാകുന്ന യുണൈറ്റഡ് വർക്കാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പോവുകയാണേ. ലോർഡ്, ഐ ലവ് യു. ഇത് വീഡിയോ എടുക്കുന്ന ആൾ പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ തിരുവചനത്തിൽ യെശയ്യാ 40:3 ഇങ്ങനെ പറയുന്നു, കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. ഹല്ലേലൂയ. മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതുവരെയും നമ്മൾ കേട്ടതുപോലെ നമ്മൾ ഓരോരുത്തരും വേണം യഹോവയ്ക്ക് വഴിയൊരുക്കുവാൻ.
യഹോവയ്ക്ക് വഴിയൊരുക്കൽ ആരംഭിക്കാൻ തുടങ്ങിയത് സ്നാപക യോഹന്നാൻ്റെ കാലം മുതലാണ്. ഹല്ലേലൂയ. സ്നാപക യോഹന്നാൻ്റെ കാലം മുതൽ വഴിയൊരുക്കൽ തുടങ്ങി. കാരണം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുക എന്ന് സ്നാപക യോഹന്നാൻ പ്രസംഗിച്ച് തുടങ്ങി. അത് യേശുക്രിസ്തു ഏറ്റെടുത്തു, മുന്നോട്ടേക്ക് പോയി. എന്നാൽ മനസ്സിലാക്കുക, യേശുക്രിസ്തു വന്നിട്ട് യഹോവയ്ക്ക് വഴിയൊന്നും ഒരുക്കിയില്ല. ഹല്ലേലൂയ. യേശുക്രിസ്തു വന്നിട്ട് യഹോവയ്ക്ക് വഴി ഒരുക്കാനുള്ള ഫൗണ്ടേഷൻ ഇട്ടു. പിടുത്തം കിട്ടിയോ? യേശുക്രിസ്തു, ശ്രദ്ധിച്ച് കേൾക്കണം, യേശുക്രിസ്തു വന്നിട്ട് യഹോവയ്ക്ക് വഴി ഒരുക്കാനുള്ള ഫൗണ്ടേഷൻ ഇട്ടു. യഹോവയ്ക്ക് വഴി ഒരുക്കിയിരുന്നെങ്കിൽ യഹോവ നമ്മളോട് കൂടെ ജീവിച്ചേനെ. ദൈവത്തിൻ്റെ ബൈബിളിൻ്റെ അവസാനം ഇങ്ങനെയാണ് പറയുന്നത്, അവസാനമേ ആ വഴി ഒരുങ്ങുന്നുള്ളൂ. ഈ വഴി ഒരുക്കണമെങ്കിൽ ശുദ്ധീകരണം നടക്കണം. ഈ വഴി ഒരുക്കണമെങ്കിൽ ശുദ്ധീകരണം നടക്കണം. ആദ്യം നമ്മുടെ ഉള്ളിൽ ശുദ്ധീകരിക്കണം. കാരണം യഹോവയെ ദൈവം അശുദ്ധിയിൽ പ്രവർത്തിക്കത്തില്ല, അശുദ്ധിയിലോടത്തേക്ക് വരത്തില്ല. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ധന്യനായ ഏകാധിപതിയെ രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് പ്രത്യക്ഷത വരും. പക്ഷേ സമയമായിട്ടില്ല. എല്ലാം ശുദ്ധീകരിക്കപ്പെടണം. ആദ്യം നമ്മുടെ ഉള്ളിൽ ശുദ്ധീകരിക്കപ്പെടണം. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഹല്ലേലൂയ. രണ്ടാമത്, ഈ ഭൂമിയിലെ ദുഷ്ടന്മാരെ മാറ്റി ഈ ഭൂമിയെ ശുദ്ധീകരിക്കണം. മൂന്നാമത്, ഈ പാഴായ ഭൂമി അന്തരീക്ഷവും ആകാശ അന്തരീക്ഷവും മാറ്റിയിട്ട് പുതിയ നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും പറയണം. ഈ 3 സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ യഹോവ നമ്മളിലൂടെ താമസിക്കാൻ ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് യഹോവയ്ക്ക് നമ്മുടെ ഉള്ളിലൂടെ വഴി തുറക്കുവാൻ കഴിയും. ഇതെങ്ങനെയാണെന്ന് നിങ്ങളെ തിരിച്ചറിയുക. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരൻ, ഇത് ഞാൻ നിങ്ങളെ ഒരു ഡെമോൺസ്ട്രേഷനിലൂടെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു വന്ന് യഹോവയ്ക്ക് വഴി ഒരുക്കുവാനുള്ള ഫൗണ്ടേഷൻ ഇട്ടിട്ട് പോയി. അതുകൊണ്ട് ആ ഫൗണ്ടേഷനിൽ വേണം നമ്മൾ പണിയാൻ. അതാണ് യേശുക്രിസ്തു കല്ലല്ലാതെ വേറെ ഒന്നും ഇടാൻ ആർക്കും കഴിയത്തില്ല എന്ന് പറയുന്നത്. നമ്മൾ ദൈവരാജ്യമായി തീരണം, നമ്മൾ ദൈവപുത്രന്മാരായി തീരണം, നാം ദൈവത്തിൻ്റെ വഴിയായി തീരണം. ഇതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, നാം എപ്പോൾ ദൈവത്തിൻ്റെ വഴിയായി തീരുമെന്ന് ഓരോരുത്തരും പരിശോധിക്കാൻ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നാം എപ്പോൾ ദൈവത്തിൻ്റെ വഴിയായി തീർന്നുവോ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളത്തിൽ നിന്ന് ഒഴുകുന്ന ജീവജലത്തിൻ്റെ നദി. അപ്പോൾ യേശുവിൽ വിശ്വസിച്ചാൽ നാം ദൈവത്തിന് വഴിയായി തീരും. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ തക്കവണ്ണം പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ചില ഡെമോൺസ്ട്രേഷനിലൂടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്നെ സോഷ്യൽ മീഡിയയിൽ കളിയാക്കിയ ഒരു തലമുണ്ട്. എത്ര കളിയാക്കിയാലും അത് എന്നെ സംബന്ധിച്ചൊരു വിഷയമില്ല. സത്യം ജനത്തെ അറിയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ സോഷ്യൽ മീഡിയയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ചിലർ ചെയ്തൊരു കാര്യമുണ്ട്, ഷാജി ജോസഫിൻ്റെ വള്ളിയോളജി എന്നും പറഞ്ഞുകൊണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഷാജി ജോസഫിൻ്റെ വള്ളിയോളജി. ഞാൻ ആ സഹോദരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ചെയ്തു തരാനായിട്ട് അവർക്ക് കഴിഞ്ഞല്ലോ. ശ്രദ്ധിച്ചിട്ട് കാര്യം എന്ന് പറയുന്നത്, കാരണം ദൈവത്തിൻ്റെ വചനം ഫിലിപ്പിയർ 1:15 പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, അവർ അസൂയയോടുകൂടെ ആണെങ്കിലും അവർ ക്രിസ്തുവിനെയാണ് അറിയിച്ചത്, അതിൽ ഞാനും സന്തോഷിക്കുന്നു. ഫിലിപ്പിയർ 1:15-18 ശബ്ദമുയർത്തി ഒന്ന് വായിച്ചു. ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു, ചിലരോ നല്ല മനസ്സോടെ തന്നെ. ഹല്ലേലൂയ. അസൂയയോട് പ്രസംഗിക്കുന്നു, ചിലർ നല്ല മനസ്സോടെ പ്രസംഗിക്കുന്നു. രണ്ടിലും കുഴപ്പമില്ല, രണ്ടിലും ക്രിസ്തു അല്ലേ പ്രസംഗിക്കപ്പെട്ടത്. അതിന്റെ 18 വാക്യം ഒന്ന് വായിച്ച്. പിന്നെ എന്ത്, നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധമായാലും ക്രിസ്തുവിനെ അല്ലോ പ്രസംഗിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഞാൻ സന്തോഷിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഇത് ഒന്ന് അറിയിക്കാനായിട്ട് ഏത് മനോഭാവത്തോടു കൂടിയാണെങ്കിലും പ്രിയ സഹോദരങ്ങൾ തയ്യാറായതും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അവരുടെ യഹോവയ്ക്ക് വഴിയൊരുക്കുന്നതാണ് അവർ കാണിച്ചത്. എന്നാൽ അവരുടെ ഇഷ്ടത്തിന് ഒരു സ്ഥലം വന്നപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞു. അത് കട്ട് ചെയ്യേണ്ടായിരുന്നു, അടുത്ത പ്രാവശ്യം മുഴുവനും ഇടണേ. ശ്രദ്ധിച്ചേ, അതുകൊണ്ട് അത് കട്ട് ചെയ്തത് കൊണ്ട് മുഴുവനും കാണിക്കാനായിട്ട് ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് യഹോവയ്ക്ക് എങ്ങനെയാണ് വഴി തുറക്കുന്നതെന്ന് നമുക്ക് ഇവിടെ കാണാം. ഹല്ലേലൂയ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ ഇവിടെ പ്രായമുള്ള അങ്കിളായ അബ്രഹാം അങ്കിൾ എന്നോടൊന്ന് സഹകരിക്കുമല്ലോ, ഇല്ലേ? അബ്രഹാം അങ്കിൾ ഒന്ന് വന്നേ. പിതാവായ ദൈവമാക്കാൻ വേണ്ടി ആ തലനിരപ്പൊക്കെ ഉള്ളതുകൊണ്ട് പിതാവായ ദൈവമാക്കി നമുക്ക് നമ്മുടെ അങ്കിളിനെ വയ്ക്കാം. അതോടൊപ്പം തന്നെ ക്രിസ്റ്റഫർ അല്ല എങ്കിൽ ലോർഡ് ഐ ലവ് യു. ജോൺസൺ മുന്നോട്ടേക്ക് വന്നാട്ടെ. ഓ ഫാദർ, വി താങ്ക് യു, വി ഗിവ് യു ഗ്ലോറി. ഹല്ലേലൂയ. ജീസസ് ഐ ലവ് യു. ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് പോരെ. ഇദ്ദേഹം സ്വർഗസ്ഥ
പിതാവ്, ഇദ്ദേഹം ക്രിസ്തു. ഓക്കെ, ഇനി ഞാൻ ഇവരുടെ കയ്യിൽ ഒരു കയർ കൊടുക്കാൻ പോവാ. ആരുടെ കയ്യിൽ? സ്വർഗസ്ഥ പിതാവിൻ്റെ കയ്യിൽ. കയർ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഇതാണ് എന്നെ കളിയാക്കി വള്ളിയോളജി എന്നൊക്കെ പറഞ്ഞത്. നോ പ്രോബ്ലം. ഓക്കെ, സന്തോഷം. കാരണം ഈ ദൈവത്തിൻ്റെ മർമ്മം അറിയിപ്പാൻ വേറെ ചിന്തയോടുകൂടെ ആണെങ്കിലും കൂട്ടാളികളായല്ലോ. അങ്ങനെ ക്രിസ്തുവിൻ്റെ കൂട്ടുവർക്കരായി നമുക്ക് ഒരുമിച്ച് തീരാം. ഓക്കെ, അപ്പോൾ ആ വള്ളി റെപ്രസെൻ്റ് ചെയ്യുന്നത് പിതാവിൻ്റെ ആത്മാവിനെയാണ്, അല്ലെങ്കിൽ പരിശുദ്ധ ആത്മാവിനെയാണ്. പിതാവിൽ നിന്ന് ആരംഭിക്കുന്ന ആത്മാവിനെയാണ്. ഹല്ലേലൂയ. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കണം. ഈ പിതാവിൻ്റെ ആത്മാവിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ പരിശുദ്ധാത്മാവിന് വ്യക്തിയായി പ്രവർത്തിക്കാൻ കഴിയും, വ്യക്തികളായി പ്രവർത്തിക്കാൻ കഴിയും. നമ്മുടേതുപോലെയല്ല. ഹല്ലേലൂയ. വ്യക്തിയായി പ്രവർത്തിക്കാൻ പറ്റും, വ്യക്തികളായി പ്രവർത്തിക്കാൻ പറ്റും. ഇതാണ് നമുക്ക് ദൈവസിംഹാസനത്തിൻ്റെ മുമ്പിൽ ഒരു വ്യക്തി 7 വ്യക്തികളായി നിൽക്കുന്നത് കാണാം, 7 ആത്മാക്കളായി നിൽക്കുന്നത് കാണാം. വ്യക്തിയല്ല, വ്യക്തികളായി വീണ്ടും മൾട്ടിപ്പിളായി വ്യക്തികളായി നിൽക്കാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഹയർ ലെവൽ കോൺഫറൻസിന് വരണേ, അപ്പോൾ പഠിക്കാം കേട്ടോ. ഹല്ലേലൂയ. ഇനി ഇതുമായുള്ള ബന്ധത്തിൽ ലോർഡ് ഐ ലവ് യു. ഇത് മുഴുവനും കൈ പിടിച്ചോ. ഹല്ലേലൂയ. ഇത് സ്വർഗസ്ഥ പിതാവ്, ഇത് സ്വർഗസ്ഥ പിതാവിൻ്റെ ആത്മാവ്. ശരിക്കും പറഞ്ഞാൽ ഈ സ്വർഗസ്ഥ പിതാവിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്പിരിച്വൽ ബോഡിയാണ്. ഹല്ലേലൂയ. ദൈവം ആത്മാവായതുകൊണ്ട് ദൈവത്തിൻ്റെ ബോഡിയും ആത്മാവാണ്. ഈ ആത്മാവ് കൊണ്ടാണ് ദൈവം പ്രപഞ്ചം മുഴുവൻ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്ന രംഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ, നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും. മനസ്സിലായോ? ദൈവം സ്വർഗത്തിലാണ്, പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിനെ ഒളിച്ച് എങ്ങും പോകാൻ പറ്റത്തില്ല. കാരണം ഞാൻ സ്വർഗത്തിൽ ചെന്നാൽ അവിടെ നീയുണ്ട്, ഞാൻ പാതാളത്തിൽ പോയാൽ അവിടെ നീയുണ്ട്. ഇതാ, ഞാൻ ഭൂമിയുടെ അറ്റത്ത് പോയി ഒളിച്ചാൽ നിൻ്റെ കൈ എന്നെ പിടിക്കും, നിൻ്റെ കൈ എന്നെ പിടിക്കും. നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ് ദൈവത്തിൻ്റെ കൈ, ദൈവത്തിൻ്റെ സ്പിരിച്വൽ ബോഡി. മനസ്സിലായോ? സ്വർഗത്തിലെ ദൈവം ഇവിടെയുണ്ട്, സ്വർഗത്തിലുണ്ട്. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത്, യേശു പഠിപ്പിച്ചത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ എവിടെയാ ദൈവം? സ്വർഗത്തിൽ. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് എവിടെയുണ്ട്? സർവ്വപ്രപഞ്ചവും ഉണ്ട്. പിടുത്തം കിട്ടിയാ? ഹല്ലേലൂയ. എവിടെയും ദൈവം തൊടും. നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇതാ നോക്കിയേ, എത്ര നീട്ടമുണ്ടെന്ന് പറയണേ, എത്ര മീറ്റർ ഉണ്ടെന്ന് പറയണേ. ഈ ലെങ്ത്ത് ഏകദേശം 2 മീറ്റർ അല്ലേ? ഇത് എത്ര മീറ്റർ ഉണ്ട് താഴെ നിന്ന് മുകളിൽ വരെ? ഏകദേശം 2 മീറ്റർ. അപ്പോൾ 2 × 2 4 സ്ക്വയർ മീറ്റർ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റും അല്ലേ? ഞാനിവിടെ ഉണ്ട് അല്ലേ? വാട്ട് യു തിങ്ക് ഇസ് ദാറ്റ് സോ ഈസി? ഒരുത്തൻ എന്താണോ ചിന്തിക്കുന്നത് അതാണ് അവൻ. ഞാനിവിടെ ഉണ്ട്, എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയ ഏഹല എന്ന് പറയുന്ന 4 സ്ക്വയർ മീറ്ററാണ്. പക്ഷേ ദൈവ സ്വർഗത്തിലുണ്ട്. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്ന മേഖല എന്ന് പറയുന്നത് സർവ്വപ്രപഞ്ചമാണ്. പിടുത്തം കിട്ടിയ? സർവ്വപ്രപഞ്ചത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുക. എങ്ങനെ? ഞാൻ എൻ്റെ ബോഡിയിലൂടെ 4 സ്ക്വയർ മീറ്റർ പ്രവർത്തിക്കുന്നു, ദൈവം ദൈവത്തിൻ്റെ ബോഡിയിലൂടെ സർവ്വപ്രപഞ്ചവും പ്രവർത്തിക്കുന്നു. പിടുത്തം കിട്ടിയ? ഏകദേശം ഒരു ഐഡിയ അല്ലേ? അത്ര മതി, പിന്നെ പഠിക്കാം. ഹയർ ലെവൽ കോൺഫറൻസിന് അപ്പോൾ പഠിക്കാം കൂടുതൽ. ഡിസംബറിൽ ലാസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഡിസംബർ ലാസ്റ്റ് 3 ദിവസം ഉണ്ടാവും. ഇയർ എൻഡിങ് പ്രെയർ ചേർന്നതായിരിക്കും ദൈവം അനുവദിക്കുന്നത്. ഡേറ്റ് കറക്റ്റായിട്ട് അറിയിക്കാം. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ? ദൈവത്തിൽ നിന്ന്. തെളിയിക്കാൻ വചനമുണ്ടോ? യേശുക്രിസ്തു പറഞ്ഞൊരു വേർഡ് ഓർക്കുക, യോഹന്നാൻ 15:26. എൻ്റെ പിതാവിൽ നിന്ന് ആരംഭിക്കുന്ന സത്യത്തിൻ്റെ ആത്മാവ്. എവിടെ നിന്ന് ആരംഭിക്കുന്നത്? എൻ്റെ പിതാവിൽ നിന്ന് ആരംഭിക്കുന്ന സത്യത്തിൻ്റെ ആത്മാവ്. 15:26 വായിച്ച്. യോഹന്നാൻ 15:26. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി. എവിടെന്ന്? പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയക്കാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ. എവിടെ നിന്ന് പുറപ്പെടുന്ന? പിതാവിന്റെ അടുക്കൽ നിന്ന്. ഉറപ്പിച്ചോ? കണ്ടാ, ഇതാരാ പറഞ്ഞു തരുന്നേ? മെത്രാച്ചനല്ല, പള്ളിയിലച്ചനും അല്ല, കൊച്ചച്ഛനും അല്ല, പാസ്റ്ററും അല്ല, സെൻട്രൽ പാസ്റ്ററും അല്ല. സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ നമ്മുടെ കർത്താവ് പറഞ്ഞു തരികയാണ്. എവിടെ നിന്ന് പുറപ്പെടുന്നത്? പിതാവിൽ നിന്ന് പുറപ്പെടുന്ന. അത് തന്നിൽ നിന്നല്ല പുറപ്പെടുന്നേ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന. തന്നിൽ നിന്നായിരുന്നെങ്കിൽ യേശു പറഞ്ഞാൽ എന്നിൽ നിന്ന് പുറപ്പെടുന്നതെന്ന് അല്ലേ? പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യത്തിന്റെ ആത്മാവ്. സ്പെസിഫിക് ആയിട്ടാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഹല്ലേലൂയ.
എല്ലാ ദാനങ്ങളും തികഞ്ഞ വരവൊക്കെ ആരംഭിക്കുന്ന പിതാവിൽ നിന്നാണ്. ഹല്ലേലൂയ. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യത്തിൻ്റെ ആത്മാവ്. ഹല്ലേലൂയ. ഇനി ഈ ആത്മാവാണ് ജീവൻ കൊടുക്കുന്നത്. ഇത് തിരിച്ചറിയണം. ഈ ആത്മാവാണ് എല്ലാറ്റിനും ജീവൻ കൊടുക്കുന്നത്. ദൈവത്തിന് തന്നിൽ തന്നെ ജീവനുണ്ട്. അതിൻ്റെ കാരണം ഈ ആത്മാവ് ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇതാണ് യോഹന്നാൻ 6:63. ഒക്കെ യേശു പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാകണേ. യേശു പറയാണ്, ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവത്രേ ജീവൻ കൊടുക്കുന്നത്. ഹല്ലേലൂയ. വായിച്ചേ. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ആത്മാവാണ് ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മാവാണ്. ഈ ആത്മാവാകുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഈ ആത്മാവാണ് ജീവൻ സപ്ലൈ ചെയ്യുന്നത്. ആത്മാവാകുന്ന ദൈവം മറ്റുള്ളവർക്കൊക്കെ ജീവൻ കൊടുക്കുന്നത് തൻ്റെ പരിശുദ്ധ ആത്മാവിലൂടെയാണ്, സത്യത്തിൻ്റെ ആത്മാവിലൂടെയാണ്. പിടുത്തം കിട്ടിയ എൻ്റെ ഉപദ്രവം വരണേ. ഞാൻ വചനം സപ്പോർട്ട് ചെയ്ത് ഈ പോണേ. ഹല്ലേലൂയ. യേശുക്രിസ്തു പറയാണ്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവത്രേ ജീവൻ കൊടുക്കുന്നത്. അപ്പം ജീവൻ കൊടുക്കുന്നത് ആരാ? ആത്മാവാ. ഈ ആത്മാവ് കൊടുക്കുന്ന ജീവനാണ് സൊയേ ലൈഫ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജീവൻ. ഈ ജീവൻ എവിടെ ചെന്നാലും അതിൻ്റെ പ്രത്യേകത അത് ജീവൻ സപ്ലൈ ചെയ്യുന്ന ജീവനാണ്, ജീവൻ സപ്ലയറാ. ഇനി ഈ ആത്മാവിനെ ആർക്കൊക്കെ കൊടുക്കുന്നുവോ അവർക്കൊക്കെ ജീവൻ ഉണ്ടാവും, അവർക്കൊക്കെ ജീവൻ ഉണ്ടാവും. ഹല്ലേലൂയ. അപ്പോൾ പിതാവിന് തന്നിൽ തന്നെ ജീവനുണ്ട്. ആ ജീവൻ ഇനി യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന മുഖാന്തരം പുത്രനും ഉണ്ടാകാൻ പിതാവ് വരം കൊടുത്തിരിക്കുന്നു. ഇങ്ങോട്ട് നീക്കുക. പുത്രൻ പിതാവിൻ്റെ വലതുഭാഗത്തല്ല നിൽക്കണ്ട, വലതുഭാഗത്ത് പോയി നിന്നു, അപ്പുറത്ത് പോയി നിന്നു. പിതാവിൻ്റെ വലതുഭാഗത്ത്. അതിൻ്റെ അർത്ഥം ദ കമാൻഡർ ഓഫ് ദ യൂണിവേഴ്സ്, ദൈവപിതാവ്. സെക്കൻഡ് ഇൻ കമാൻഡർ ഓഫ് ദ യൂണിവേഴ്സ്, ജീസസ് ക്രൈസ്റ്റ്. ഇതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നത് ക്രിസ്തുവിൻ്റെ തല സ്വർഗസ്ഥ പിതാവ്, അത്യുന്നതനായ ദൈവം. ഞാൻ ബൈബിൾ സപ്പോർട്ട് ചെയ്താൽ പറയുന്നത്. ആരെങ്കിലും കമൻ്റ് എഴുതണമെങ്കിൽ ബൈബിൾ സപ്പോർട്ട് വചനം എഴുതണം, അല്ലാതെ എഴുതരുത്, അത് ബോഷ്കായിട്ട് മാറും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം സത്യവാൻ, സർവ്വ മനുഷ്യരും നുണ പറയുന്നവരെന്നേ വരും. അതിൻ്റെ അർത്ഥം വചനമാണ് സത്യം. വചനത്തിന് സപ്പോർട്ട് ഇല്ലാതെ എന്തെഴുതിയാലും നുണയുടെ എണ്ണം കൂടിക്കൊണ്ടേ ഇരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് എഴുതുക. അപ്പോൾ ക്രിസ്തുവിൻ്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം. ഈ സ്വർഗസ്ഥ പിതാവാണ് ക്രിസ്തുവിനെ സർവ്വപ്രപഞ്ചത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്തേക്കണേ. 2-ാം സങ്കീർത്തനം. ഞാൻ എൻ്റെ പുത്രനെ സിയോനിൽ രാജാവായി വാഴിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ ബൈബിൾ വചനമായി പറയണേ. ഹല്ലേലൂയ. എടുത്തേക്കൊന്ന് വായിച്ചു. സങ്കീർത്തനം 2:6. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ, അതായത് അത്യുന്നതനായ ദൈവം പറയാണ്, എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവ്, അതായത് എനിക്ക് വേണ്ടി സകലതും ചെയ്യുന്ന എൻ്റെ മകനെ ഞാൻ രാജാവായി വാഴിച്ചിരിക്കുന്നു. ക്ലിയർ ആണോ? വചനം കൂടാതെ ഒന്നും പോകുന്നില്ല, എല്ലാം വചനത്തിലൂടെയാണ് പോകുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് ഈ അപ്പം പറയുകയാണ് അതിൻ്റെ അവസാന വാക്യത്തിൽ, മനുഷ്യ നിങ്ങൾ നശിച്ചു പോകാതെ, ഭൂമിയിലെ രാജാക്കന്മാരെ നിങ്ങൾ നശിച്ചു പോകാതിരിപ്പാൻ വഴിയിൽ വെച്ച് പുത്രനെ ചുംബിപ്പിൻ, അവൻ കോപിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും. ഹല്ലേലൂയ. പുത്രൻ്റെ പ്രസാദം ഇല്ല എങ്കിൽ നമ്മൾ നശിച്ചു പോകും, പുത്രൻ നമ്മളെ തുപ്പിക്കളയും. ഹല്ലേലൂയ. ക്ലിയർ അല്ലേ? എന്നെടുത്ത് വായിച്ചു അവസാനം. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. മനസ്സിലായോ? പുത്രനെ ചുംബിക്കാന്ന് വെച്ചാൽ നീ പുത്രനെ അനുസരിക്കാൻ, പുത്രനെ അനുഗമിക്കാൻ, ക്രിസ്തുവെ അനുസരിക്കുക, ക്രിസ്തുവെ അനുഗമിക്കുക. അല്ലാണ്ട് ക്രിസ്തുവിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടല്ല കാര്യം, ക്രിസ്തുവെ അനുസരിക്കാൻ പഠിക്കണം, അനുഗമിക്കാൻ പറയണം. ഹല്ലേലൂയ. 25 പ്രാവശ്യത്തിലധികമാണ് ഈ 4 സുവിശേഷങ്ങളിൽ പുത്രനെ അനുഗമിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ നമ്മളതിനെ റീപ്ലേസ് ചെയ്ത് പുത്രനെ സ്തുതിക്കാനാക്കി. ഒരു പ്രാവശ്യം പോലും പുത്രൻ നമ്മളോട് ആവശ്യപ്പെട്ടില്ല എന്നെ സ്തുതിച്ച് നടക്കാൻ. പക്ഷെ പുത്രനെ പിതാവിന് കൊടുക്കുന്ന എല്ലാ ബഹുമാനം പുത്രന് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് പിതാവിൻ്റെ കൽപ്പനയാണ്. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കണം എന്നുള്ളത് പിതാവിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ട് നാം പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ പിതാവിനെ ബഹുമാനിക്കുമ്പോൾ നാം വട്ടപൂജ്യമായി തീരും. പിന്നെ യാഗമാക്കാൻ ഒന്നുമില്ല. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ഇതാ ഒരു പ്രാവിനെ, അതാ ഒരാടിനെ യാഗം കഴിക്കുമ്പോൾ അത് ശാരമായി മാറി. നാം പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ അത്യുന്നതനായ ദൈവത്തിന് ബഹുമാനം കൊടുക്കുമ്പോൾ നാം വട്ടപൂജ്യമായി. അപ്പോൾ നാം ചാരമായി. അത്യുന്നതനായ ദൈവം നമ്മളോട് പറയും, എന്നെ ബഹുമാനിച്ചതുപോലെ തന്നെ എൻ്റെ പുത്രനെയും ബഹുമാനിക്കുക. അങ്ങനെ അത്യുന്നതനായ ദൈവത്തിൻ്റെ കൽപ്പനയാൽ നമ്മൾ യേശു ക്രിസ്തു എന്ന
ഈ അപ്പൻ അഭിഷേകം ചെയ്ത സർവ്വപ്രപഞ്ചത്തിൻ്റെ രാജാവിനെ നമ്മൾ ബഹുമാനിക്കും. ആ ബഹുമാനം ക്രിസ്തു സ്വീകരിക്കും. കാരണം ബഹുമാനം വരുന്ന നമ്മളിൽ നിന്നല്ല, പിതാവിൽ നിന്നാണ്, നമ്മളിലൂടെ. മനസ്സിലാകുന്നുണ്ടോ? കുത്തിയിരുന്ന് ധ്യാനിക്കുക, മനസ്സിലാവും. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അതാണ് യേശു പറയുകയാണ്, ഞാൻ മനുഷ്യൻ്റെ ബഹുമാനം വാങ്ങുന്നില്ല, പക്ഷെ ഞാൻ ബഹുമാനം അന്വേഷിക്കുന്നത് എൻ്റെ പിതാവിൽ നിന്നാണ്. പിതാവിൻ്റെ കൽപ്പനയാൽ നാം ക്രിസ്തുവെ ബഹുമാനിച്ചാൽ ആ ബഹുമാനം ക്രിസ്തു വാങ്ങും. ഹല്ലേലൂയ. നമുക്ക് പുറകിലിരുന്ന് ചിന്തിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചേ. അങ്ങനെ ഈ ആത്മാവ് എവിടെയുണ്ട്? ആത്മാവാകുന്ന ദൈവം തൻ്റെ ആത്മാവ് വഴി ജീവൻ സപ്ലൈ ചെയ്യുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, പിതാവിന് തന്നിൽ തന്നെ ജീവനുണ്ട്. പുത്രന് ആ ജീവൻ പിതാവ് കൊടുക്കുകയാണ്, ഗിഫ്റ്റ് ചെയ്യുക. ഹല്ലേലൂയ. ഗിഫ്റ്റ് ചെയ്യുക. ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് പലപ്പോഴും എന്നോട് വിഷമം ഉണ്ടാകുമായിരിക്കുക. കാരണം കാലാകാലങ്ങളായി പഠിച്ചു വെച്ചത് തെറ്റാണ്. ഹല്ലേലൂയ. ഞാൻ ബൈബിൾ സത്യമാണ് പറയുന്നത്. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ, അപ്പോൾ ഈ ജീവനാണ് പിതാവിൻ്റെ സോഴ്സ്. അത് പരിശുദ്ധ ആത്മാവിലൂടെ ഉള്ളത്. പുത്രനും ഉണ്ടാകാൻ വരം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഇതാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 26-ാം വാക്യം ദൈവവചനം പറയുന്നത്. ഞാൻ വചനത്തിന് സപ്പോർട്ടോടെയാണ് പറയുന്നത്. കമന്റ് എഴുതുന്നവൻ മറ്റൊരു വചനം താഴെ എഴുതി സപ്പോർട്ട് ചെയ്യണം. പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു. കൊടുക്കുകയാണ്, പിതാവ് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അപ്പനെ പോലെ തന്നെ മകനും ആകാനായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇതിൻ്റെ ഒരു തുമ്പ് അങ്ങോട്ട് കൊടുത്താട്ടെ. ഇത് മുഴുവനല്ലോ, ഒരു തുമ്പം കൊടുക്കുക, കിട്ടി. അപ്പോൾ പിതാവിന് ഉള്ള ജീവൻ, അതാ ഈ ആത്മാവ് ജീവൻ കൊടുക്കുന്നേ, ഇപ്പം ആരിലും ഉണ്ട്? പുത്രനിലും ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും ജീവനുണ്ടാകാൻ വരം കൊടുത്തിരിക്കുന്നു. ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു നമ്മളോട് ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞത്, പിതാവ് അയച്ചിട്ടാണ് ഞാൻ വന്നത്, ഞാൻ സ്വയമേ വന്നതല്ല. 8:42, യോഹന്നാൻ 8:42, ഞാൻ സ്വയമേ വന്നതല്ല, പിതാവ് അയച്ചിട്ടാണ് ഞാൻ വന്നത്. താഴേക്ക് വായിച്ചോളൂ. ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, പിതാവ് അയച്ചിട്ടാണ് ഞാൻ വന്നത്. ഇനി ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഈ പിതാവ് എന്നെ അയച്ചപ്പോൾ ഈ പിതാവിന് എന്തുണ്ടെന്നറിയാമോ? ജീവനുണ്ട്. ഈ ജീവനുള്ള പിതാവ്, എന്തുള്ള പിതാവ്? ജീവനുള്ള പിതാവ്. അപ്പോൾ പിതാവിനാണ് എന്തുള്ളതെന്ന് ആരുടെ സാക്ഷ്യം? യേശുവിൻ്റെ സാക്ഷ്യം. പിതാവിനാണ് ജീവനുള്ളത്. ഇതാണ് യോഹന്നാൻ 6:57. നിങ്ങൾ വാക്യങ്ങളൊക്കെ നോട്ട് ചെയ്തോളാം. ഹല്ലേലൂയ. 6:57, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട്. ഹല്ലേലൂയ. ജീവനുള്ള പിതാവ്. നമ്മൾ പറയാറില്ലേ, ഇതാ പൗലോസിൻ്റെ അപ്പന് കപ്പലുണ്ടെന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. കപ്പൽ മുതലാളിയാണ് പുള്ളിയുടെ അപ്പൻ എന്നൊക്കെ. അപ്പോൾ പൗലോസിൻ്റെ അപ്പന് കപ്പലുണ്ട്, യേശുവിൻ്റെ അപ്പൻ എന്നാ ഉണ്ട്? ജീവനുണ്ട്. ഹല്ലേലൂയ. ആരാ പറഞ്ഞേ? യേശു പറയാ, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ നിമിത്തം ജീവിക്കുന്നു. അപ്പോൾ യേശു എങ്ങനെ ജീവിക്കണമെന്ന് യേശുവിൻ്റെ സാക്ഷ്യം. നമ്മുടെ പള്ളിയിലൊന്നും ഇത് വായിച്ച് കേൾക്കത്തില്ല. ഹല്ലേലൂയ. കാരണം പണ്ട് മുതലേ തെറ്റിക്കിടക്കുക. ഹല്ലേലൂയ. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ, പിടുത്തം കിട്ടിയ, എന്നെ തിന്നുന്നവൻ. ഹല്ലേലൂയ. എടാ മോനെ, കുത്തി കുനിഞ്ഞിരിക്കുകയല്ലേ, എടാ വാ, നിനക്ക് പണി തരാം, വാ വാ. കറക്റ്റാണ് ഇവൻ അഭിനയിക്കാൻ. കാരണം മനുഷ്യകുലത്തെ പോലെയാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അത് മനുഷ്യകുലം ഒന്നിനും ഒരു താല്പര്യമൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഈ ജീവൻ വന്നാൽ റെഡിയാവും കേട്ടോ. അപ്പോൾ ഈ യേശു വന്നിട്ട് പറയുകയാണ്, ഇത് മനുഷ്യനാണ്, മനുഷ്യൻ റെപ്രസെൻ്റ് ചെയ്യുക. യേശു ഭൂമിയിലേക്ക് വരികയാണ്. അപ്പോൾ പിതാവിൻ്റെ വലതു ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വരണ്ടേ? ഇല്ലേ? ജീവനുള്ള പിതാവിനെ അയച്ചേക്കുമല്ലേ? അങ്ങ് കുറച്ചിങ്ങ് വന്നേ, കുറച്ച് വയർ ഇതങ്ങ് വിട്ടുകൊടുത്തു. അതായത് വള്ളിയോളജി. ഇങ്ങോട്ട് തിരിഞ്ഞോ, അങ്ങോട്ടേക്ക് തിരിഞ്ഞ് ആളുകളെ ഫേസ് ചെയ്ത് നിൽക്കുക. ദാ ജീവനുള്ള പിതാവ്. മേടിക്കരുത് ആയിട്ടില്ല. ശ്രദ്ധിച്ചേ, യേശു പറയുകയാണ്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ വന്നിരിക്കുക. ഞാൻ പിതാവ് നിമിത്തം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ ഞാൻ മുഖാന്തരം ജീവിക്കും എന്ന് പറഞ്ഞേ. എന്നെ തിന്നുന്നവൻ ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട്. ജീവനുള്ള പിതാവ് ഞാൻ പിതാവിൻ മൂലം അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ ഞാൻ മൂലം ജീവിക്കും.
ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഞാൻ മൂലം ജീവിക്കും. എന്നിട്ട് പറയാ, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ തരാനും അത് സമൃദ്ധിയായി തരുവാനുമാണ്. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ തരുവാനും അത് സമൃദ്ധമായി നൽകുവാനുമാണ്. ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഇനി ഈ പുള്ളി ജീവൻ മേടിക്കാൻ തയ്യാറാണെങ്കിൽ യേശുവിൻ്റെ അത് വാങ്ങിക്കാം. നമ്മൾ വാങ്ങാൻ തയ്യാറാണോ? ഇതാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഈ ഒഴുകാണ്. എല്ലാം കൂടി ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ ഒന്നായി തീരും. ഹല്ലേലൂയ. അപ്പോൾ ഈ വ്യക്തി പറയാണ്, എനിക്കും വേണം ആ ജീവൻ. പക്ഷെ ജീവൻ എവിടെയേ ഉള്ളൂ? ക്രിസ്തുവിലേ ഉള്ളൂ. പിടുത്തം കിട്ടിയ? ഇതാണ് പിതാവ് പറയുന്ന സാക്ഷ്യം. 1 യോഹന്നാൻ 5 പിതാവ് പറയുന്ന സാക്ഷിയാണ്. എന്നാണ് പിതാവ് സാക്ഷ്യം പറയാണ്? മക്കളെ, നിങ്ങൾക്ക് ജീവനില്ല, ഇനി ഞാൻ ജീവൻ തന്നില്ല എന്ന് കംപ്ലൈൻറ്റ് പറയരുത് എന്ന അർത്ഥത്തിൽ പിതാവ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് ജീവനെ തന്നിട്ടുണ്ട്. ആ ജീവൻ എൻ്റെ പുത്രനായ ക്രിസ്തുവിലുണ്ട്. പുത്രനെ സ്വീകരിച്ചാൽ നിനക്ക് ജീവനുണ്ട്, പുത്രനെ നീ സ്വീകരിച്ചില്ല എങ്കിൽ നിനക്ക് ജീവനില്ല എന്നതാണ് പിതാവിൻ്റെ സാക്ഷ്യം. ഹല്ലേലൂയ. പറഞ്ഞേ, പുത്രനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ട്, പുത്രനില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവനില്ല. മനസ്സിലായോ? ഇതാണ് പിതാവിൻ്റെ സാക്ഷ്യം. നമ്മൾ സാക്ഷ്യം പറയാറില്ലേ? ഇല്ലേ? നമ്മൾ സാക്ഷ്യം പറയാറില്ലേ? എങ്ങനെ നമ്മൾ സാക്ഷ്യം പറയണേ? കഴിഞ്ഞ ആഴ്ച എൻ്റെ ദൈവം എനിക്ക് നല്ലവനും വിശ്വസ്തനും ആയിരുന്നു, എന്നെ സന്തോഷിപ്പിച്ച ഒരു വചനം ഞാൻ പറയാം, അല്ലേ? എങ്ങനെയൊക്കെയല്ലേ നമ്മൾ സാക്ഷ്യം പറഞ്ഞേ? ഇതാ എന്നാൽ പിതാവിൻ്റെ സാക്ഷ്യം കേട്ടോ. മനസ്സിലായോ? പിതാവിൻ്റെ സാക്ഷ്യം കേട്ടോ. ഒന്ന് ഉറക്കെ വായിച്ച സിസ്റ്ററെ. 1 യോഹന്നാൻ 5-ാം അധ്യായം 11-ാം വാക്യം. സ്വർഗസ്ഥ പിതാവ് സാക്ഷ്യം പറയുന്നു. ഒരു സഭയിൽ സ്വർഗസ്ഥ പിതാവ് സാക്ഷ്യം പറയുന്ന പോലെ നോക്കി ഒന്ന് വായിച്ചേ. ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ഈ ദൈവം അപ്പം നമുക്ക് എന്ത് തന്നു? നിത്യജീവൻ തന്നു. ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട്. അതുകൊണ്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. ആ ജീവൻ എവിടെയുണ്ട്? അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. ഹല്ലേലൂയ. താഴേക്ക്. പുത്രനുള്ളവന് ജീവനുണ്ട്. പുത്രനുണ്ട്, നിനക്ക് ജീവനുണ്ട്. ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞ് എന്നെ തിന്നോളാൻ. നമ്മളോട് പറയാണ്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ഞാൻ ജീവിക്കുന്നത് പോലെ. ഞങ്ങളൊക്കെ കുടുംബമൊക്കെ ജീവിച്ച കൊച്ചു ഷിപ്പ്യാർഡ് മൂലം കേട്ടോ. എൻ്റെ അപ്പം കൊച്ചു ഷിപ്പ്യാർഡിലായിരുന്നു ജോലി. അപ്പോൾ പിതാവിൻ മൂലം ഞാൻ ജീവിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ തിന്നാൽ നിങ്ങൾ ജീവിക്കും. പിടുത്തം കിട്ടിയ? അതായത് യേശുവെ ധരിക്കണം. യേശുവെ തിന്നുക എന്ന് പറഞ്ഞാൽ യേശുവെ ധരിക്കണം. യേശു ദൈവപുത്രനായിരിക്കുന്നത് പോലെ നമ്മളും ദൈവപുത്രനാകണം. യേശു ദൈവരാജ്യമായിരിക്കുന്നത് പോലെ നമ്മളും ദൈവരാജ്യം ആകണം. യേശു ഇമ്മാനുവൽ, ദൈവത്തിൻ്റെ വഴിയായിരിക്കും, യഹോവയുടെ വഴിയായിരിക്കുന്നത് പോലെ നമ്മളും യഹോവയുടെ വഴിയായിരിക്കണം. യേശു വാ തുറന്നാൽ ജീവജലത്തിന് നദികൾ പുറത്തേക്ക് ഇറങ്ങും. ദൈവം വെളിപ്പെടുന്നത് പോലെ യേശുവിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളത്തിൽ നിന്ന് അതേ ജീവജലത്തിന് നദികൾ പുറത്തേക്ക് ഇറങ്ങും. മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? അതേ കാറ്റഗറിയായി നമ്മളും മാറുകയാണ്. ഹല്ലേലൂയ. മോനെ യേശുവിനോട് പറ, യേശുവേ, അങ്ങ് ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഉള്ളത്തിലേക്ക് എൻ്റെ കർത്താവായി, എൻ്റെ രക്ഷകനായി, എൻ്റെ നായകനായി വരണമേ എന്നൊന്ന് പറയണം. ഇത്രയും പറയാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഹല്ലേലൂയ. മനുഷ്യനാണ്, നിർബന്ധിച്ച് പറയിപ്പിക്കണേ. ഹല്ലേലൂയ. കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്താലേ പറയുള്ളൂ. യേശുവേ, അങ്ങ് ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പാപിയായൊരു മനുഷ്യൻ. എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് കർത്താവായി, എൻ്റെ രക്ഷകനായി, എൻ്റെ നായകനായി കടന്നു വരണമേ. എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. അങ്ങ് മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ അങ്ങാണ് ഇനി രാജാവ്. യേശുവിൻ നാമത്തിൽ തന്നെ. കൊടുത്തോ, കിട്ടി. ഗ്ലോറിയിട്ട് കട. പുത്രനുണ്ട്, നിനക്ക് എന്നാ ഉണ്ട്? ജീവനുണ്ട്. ഹല്ലേലൂയ. മനസ്സിലായോ? നോക്കിയേ, ഈ പരിശുദ്ധാത്മാവിലൂടെ ഇതാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നമ്മളെ ഏക ശരീരമായി വിളിച്ചിരിക്കുന്നു. എത്ര ശരീരം? ഏക ശരീരമായി വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്. നമ്മൾ ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവുമായി ഒരു കുടുംബമാകുന്നു, ഒന്നാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇതാ വിശ്വാസം ഒന്ന്. അങ്ങനെ നമ്മൾ ആത്മാവൊന്ന്, ഒറ്റ ആത്മാവുള്ളൂ, ആത്മാവൊന്ന്. അങ്ങനെ ഒരു ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും മുകളിലുള്ളവനും എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ മൂവരല്ല, ഒരുവൻ. ഹല്ലേലൂയ.
എഫേസ്യ ലേഖനം 4:5-6 വായിച്ച് പറഞ്ഞത്. ഹല്ലേലൂയ. ഒന്ന് വായിച്ചോളൂ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ. ഏക പ്രത്യാശ, നമ്മൾ ദൈവകുടുംബമായി തീരും, ദൈവമക്കളായി തീരും. ശരീരം ഒന്ന്, ഒറ്റ ശരീരമുള്ളൂ. ഇതെല്ലാം കൂടെ ഒറ്റ ശരീരം. ആത്മാവ് സ്വർഗസ്ഥ പിതാവ് തല, ക്രിസ്തു ശരീരം, നമ്മൾ ക്രിസ്തുവിന്റെ അവയവങ്ങൾ, എല്ലാം കൂടെ ഒറ്റ ശരീരം. ഏക ശരീരമായി വിളിച്ചിരിക്കുന്നത് പോലെ ശരീരം ഒന്ന്, ശരീരം എല്ലാം കൂടി ഒന്ന്, ആത്മാവ് ഒന്ന്. നോക്കിയേ, എത്ര ആത്മാവുണ്ട് ഇത്? ഒറ്റ ആത്മാവ്. നമ്മുടെ പുറത്തെ ശരീരത്തിന് ജീവൻ കൊടുക്കുന്ന ബ്ലഡാ, എയിം ആൻഡ് ലൈഫാണ്. ഹല്ലേലൂയ. നമ്മുടെ തലയിൽ കൂടി ഒരു ബ്ലഡ് ഓടുന്നു, കാലിൽ കൂടി വേറെ ബ്ലഡ് ഓടുന്നു, കണ്ണിൽ കൂടി വേറൊരു ബ്ലഡ് ഓടുന്നു. അങ്ങനെയാണോ? എല്ലാം ഒറ്റ ബ്ലഡല്ലേ? ആ ബ്ലഡാണ് ജീവൻ കൊടുക്കുന്നത്. മനസ്സിലായോ? അതാണ് നമ്മുടെ ബയോസ് ലൈഫ്, ശരീരത്തിൻ്റെ ജീവൻ. എന്നാൽ ഇത് ആത്മജീവനാണ്, ഉള്ളിലെ സ്വയ ലൈഫാണ്. ഹല്ലേലൂയ. അവിടെ ജീവൻ തരുന്ന ആത്മാവാണ്. ഇതാ ക്രിസ്തു പറഞ്ഞേ, മാംസം ഒന്നിനും വേറിക്കുന്നില്ല, ജീവൻ കൊടുക്കുന്നത് ആത്മാവ്. അതാണ് സ്വയ ലൈഫ്. ഈ സ്വയ ലൈഫാണ് നമുക്ക് ജീവൻ തരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ആത്മാവ് ഒന്ന്. പിതാവിലോടുന്നതും ക്രിസ്തുവിലോടുന്നതും നമ്മിലോടുന്നതും ഒരൊറ്റ ആത്മാവാണ്. ഇതും തിരിച്ചറിയുക. ഹല്ലേലൂയ. പിടുത്തം കിട്ടിയോ? അതാണ് പിതാവിൻ്റെ ആത്മാവ് പുത്രന് കൊടുത്തപ്പോൾ ആ ആത്മാവിൻ്റെ പേരാണ്, ഇതാണ് പരിശുദ്ധാത്മാവ്. ആത്മാവിൻ്റെ പേരാണ് പുത്രത്വത്തിൻ്റെ ആത്മാവ്. അതേ പുത്രത്വത്തിൻ്റെ ആത്മാവാണ് നമുക്കും കിട്ടിയിരിക്കുന്നത്. പിടുത്തം കിട്ടിയാ നിങ്ങൾക്ക്? ഹല്ലേലൂയ. അപ്പോൾ ഇത് വ്യക്തതയോടെ നിങ്ങൾ ഈ ഒരു തലം വ്യക്തതയോടെ തിരിച്ചറിയുക. അതേ പുത്രത്വത്തിൻ്റെ ആത്മാവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ഒരു ഒറ്റ ശരീരമായി തീരുകയാണ്. ഒറ്റ ശരീരം, ദൈവത്തിൻ്റെ ആത്മാവിലൂടെ ഒറ്റ ശരീരമായി തീരുകയാണ്. കാര്യങ്ങൾ ക്ലിയർ ആണോ? ഹല്ലേലൂയ. ഇതാണ് യുണൈറ്റഡ് ഹോളി നേഷൻ ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ഇതാണ് യുണൈറ്റഡ് ഹോളി നേഷൻ ഓഫ് ഗോഡ്. ഇതിൻ്റെ ഹെഡാണ് സ്വർഗസ്ഥ പിതാവ്. ഇതിൻ്റെ CEO, ഏറ്റവും വലിയ രാജാവാണ്. ഇതാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നത്. സ്വർഗസ്ഥ പിതാവിനാൽ നിയമിതനായ രാജാവാണ് ക്രിസ്തു. ഇനി ക്രിസ്തുവിനാൽ നിയമിതരായ വ്യക്തിത്വങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. പിടുത്തം കിട്ടിയ? ഇതാണ് ക്രിസ്തു പറഞ്ഞത്, എൻ്റെ പിതാവ് എനിക്ക് രാജ്യം തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും രാജ്യം വിഭാഗിച്ച് തരുന്നു. ഇതെല്ലാമാണ് ദൈവരാജ്യം. ദൈവരാജ്യത്തിൻ്റെ 3 സെക്ഷൻ, അത് 3 പുറമാവാം, 3 സെക്ഷനാണിത്. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇനി ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ ഇനി ഈ വ്യക്തി ആരോടെങ്കിലും സംസാരിച്ചാൽ, ഇതാണ് പരിശുദ്ധാത്മാവല്ലേ, ആരോടെങ്കിലും സംസാരിച്ചാൽ ഈ വ്യക്തി പാപരഹിതമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, ലോകം വെറുത്ത് ജഡത്തെ കൊന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഈ വ്യക്തി സംസാരിക്കുമ്പോൾ മോനെ നീട്ടി കൊടുത്തേ. അതങ്ങ് പുറത്തേക്ക് പോട്ടെ. ഇല്ല, മോനിവിടെ നിന്നോ, അതങ്ങ് പുറത്തേക്ക് പോട്ടെ, വയറങ്ങ് പുറത്തേക്ക് പോട്ടെ. ഇതാ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളത്തിൽ നിന്ന് പോകട്ടെ. ജീവജലത്തിൻ്റെ നദികൾ എങ്ങോട്ട് ഒഴുകും? ഈ ലോകത്തിലേക്ക് ഒഴുകും. വയറ് പോണ പോക്ക് കണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലൂടെ ഒഴുകും. ഹല്ലേലൂയ. ഇതാ യേശു പറഞ്ഞ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അല്ലാണ്ട് അവൻ ആ ചർച്ചിൽ പേർ രജിസ്റ്റർ ചെയ്യും, ഈ ചർച്ചിൽ പേർ രജിസ്റ്റർ ചെയ്യുന്നത് മാത്രം ഒതുങ്ങുന്നതല്ല ഇത്. യഥാർത്ഥത്തിൽ നീ ക്രിസ്തുവിൽ വിശ്വസിച്ചോ, അറിവുകളുടെ ഒരു കൂമ്പാരം മാത്രമല്ല നീ, നിന്നിലൂടെ ഈ വാക്കുകൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പുറപ്പെടും. ഹല്ലേലൂയ. ഇതാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു, ആത്മാവിനെ അളവ് കൂടാതെയല്ലോ ദൈവം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് വേണം. ഇത് ആദ്യം നമ്മളിലുണ്ടോ എന്ന് പരിശോധിക്കണം, അവനവനിലുണ്ടോ എന്ന് പരിശോധിക്കണം. തുടർന്ന് ഇത് മൂലം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവരും ജീവനാൽ സ്പർശിക്കപ്പെടും. കാരണം പോയി ചെല്ലുന്ന നമ്മുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ജീവനാണ് അവരെ സ്പർശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിൻ്റെ ജീവനാണ് സ്പർശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ വള്ളിയോളജിയുടെ ഗുണം? മനസ്സിലായോ? ഹല്ലേലൂയ. ചരിത്രങ്ങളിൽ നിന്നുകൊണ്ട് പഠിപ്പിച്ചിട്ടും മനുഷ്യന് മനസ്സിലാകാത്ത കാര്യം, പ്രിയരെ, ദൈവത്തിൻ്റെ മർമ്മം ഈ ആത്മമണ്ഡലത്തിൽ നടക്കുന്നത് സ്വർഗത്തിൽ വളരെ ഈസിയായി നമുക്ക് മനസ്സിലാക്കി തരികയാണ്. എൻ്റെ മോനെ, എൻ്റെ മോളെ, ക്രിസ്തു ഉണ്ടോ നിനക്ക് ജീവനുണ്ട്, ക്രിസ്തു ഇല്ലയോ ജീവനില്ല. ഹല്ലേലൂയ. ക്രിസ്തു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നതിന് ഇന്ന സംഭവിക്കുക, എന്നിൽ വിശ്വസിക്കുന്നതിന് ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഇതെല്ലാം കൂടി പിതാവും പുത്രനും ഇവരൊന്നായിരുന്നു. ഹല്ലേലൂയ. അവർ ഇന്നും ഒന്നാണ്. ഇത് മാത്രമായിരുന്നു ദൈവരാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ഭരണം. ഹല്ലേലൂയ. എന്നാൽ ഈ രാജ്യം നമുക്കും കൂടി തരാൻ പിതാവിന് പ്രസാദമായി. മനസ്സിലാവുന്നുണ്ടോ? ഇതുകൊണ്ടാണ് യേശു പറയുന്നത്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ എൻ്റെ പിതാവ് പ്രസാദിച്ചു. പിതാവ് അവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എൻ്റെ പിതാവ് പ്രസാദിച്ചു, ഞാനല്ല പ്രസാദിച്ചത്, എൻ്റെ പിതാവ് പ്രസാദിച്ചു, അതിനായി എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ സ്വർഗസ്ഥ പിതാവും ക്രിസ്തു ഒന്നായിരിക്കുന്നത് പോലെ അവർ യുണൈറ്റഡാ.
ഇന്ത്യ നേരത്തെ 14 രാഷ്ട്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യ 1950 ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ 14 രാഷ്ട്രങ്ങളല്ല, സ്റ്റേറ്റ്സുകൾ മാത്രമേ ഉള്ളൂ. ഇന്നുള്ളതുപോലെ 28 സ്റ്റേറ്റ്സുകളും 8 യൂണിയൻ ടെറിട്ടറീസ് ഒന്നും അന്നില്ല. പക്ഷേ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഒരു സുവിശേഷ സംഘമല്ല, ഇതാ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരാൻ പറയുന്ന ഒരു സംഘം പുറപ്പെട്ടു. അല്ലെങ്കിൽ ആ സംഘം പുറപ്പെട്ട് ഓരോ പ്രിൻസിലി സ്റ്റേറ്റുകളിൽ നാട്ടുരാജ്യങ്ങളിൽ ചെന്നിട്ട് പറഞ്ഞു ഇന്ത്യയോട് ചേരണം, ഇന്ത്യയോട് ചേരണം. ഇന്ത്യയോട് ചേർന്ന ഇന്ന ഗുണങ്ങളുണ്ട്. നിങ്ങളുടെ ഫോറിൻ ട്രേഡ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ലോക്കൽ മാർക്കറ്റിൽ സാധനം കച്ചവടം ചെയ്യുന്നതിന് അതിൻ്റെ അപ്പുറമായി യൂറോപ്യൻ മാർക്കറ്റുകളിലും അമേരിക്കൻ മാർക്കറ്റുകളിലും സാധനം കച്ചവടം ചെയ്യാൻ പറ്റും. മാത്രമല്ല, നിങ്ങളെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ ഇന്ത്യൻ സേന കയറി ഇടപെടും. അങ്ങനെയുള്ള പല പല ഫെസിലിറ്റികളും ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇന്ത്യൻ യൂണിയനോട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോട് ചേരാൻ പറഞ്ഞപ്പോൾ പല സ്റ്റേറ്റുകളിൽ നാട്ടുരാജ്യങ്ങൾ അതിനോട് ചേർന്ന് ഇന്ന് ഇന്ത്യ 14 നിന്ന് 28 എത്തി. ഇതേപോലെ സ്വർഗസ്ഥ പിതാവും ക്രിസ്തുവും മാത്രമായിട്ടുള്ള ഒന്നായിട്ടുള്ള ആ ഭരണകൂടത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഇന്ന് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവെ സ്വീകരിച്ച് ക്രിസ്തുവോട് ഒന്നായി തീരുമ്പോൾ നമ്മൾ ക്രിസ്തുവിലൂടെ സ്വർഗസ്ഥ പിതാവുമായി ഒന്നായി തീരുകയാണ്. ദൈവരാജ്യം നമ്മളിലൂടെ വികസിക്കുകയാണ്. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ യുണൈറ്റഡ് ഹോളി നേഷൻ ഓഫ് ഗോഡ് ആയി മാറുക. UK എങ്ങനെയായിരിക്കുന്നുവോ, UK എന്ന് പറയുന്ന യുണൈറ്റഡ് കിങ്ഡം എങ്ങനെയായിരിക്കുന്നുവോ അതേപോലെ ഇതാ 4 രാജ്യങ്ങൾ ചേർന്ന്, ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, ഇത് ചേർന്ന് ഇതാ യുണൈറ്റഡ് കിങ്ഡം ആയിരിക്കുന്നത് പോലെ നമ്മൾ യുണൈറ്റഡ് ഹോളി നേഷൻ ഓഫ് ഗോഡ് ആയി തീർന്നു. എങ്ങനെ? സ്വർഗസ്ഥ പിതാവും ക്രിസ്തുവും നമ്മളും കൂടെ ഒന്നായി തീർന്നിട്ട് ദൈവത്തിൻ്റെ യുണൈറ്റഡ് ഹോളി നേഷനായി തീർന്നു. ഇതാണ് 1 പത്രോസ് 2:9 ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇതിനായിട്ടാണ് ഏക ശരീരമായി എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? യഹോവയ്ക്ക് വഴി തുറക്കണം. യേശുക്രിസ്തു വന്നിട്ട് യഹോവയ്ക്ക് വഴിയൊന്നും തുറന്നില്ല. നിങ്ങൾക്കറിയോ? യേശുക്രിസ്തു വന്നിട്ട് യഹോവയ്ക്ക് വഴി തുറന്നാൽ ഇന്ന് യഹോവ ഇവിടെ ഉണ്ടായേനെ, അല്ലെ നമ്മുടെ കൂടെ ഉണ്ടായേനെ. യേശുക്രിസ്തു വന്നിട്ട് യഹോവയ്ക്ക് വഴി തുറക്കാനുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഫൗണ്ടേഷൻ ഇട്ടിട്ട് പോയി. ഇന്നും പ്രവൃത്തി നടക്കുക. സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇന്നും പക്ഷം പിടിച്ച് വാദിക്കുക യഹോവയ്ക്ക് വഴി തുറക്കാൻ. ഹല്ലേലൂയ. അത് യഹോവയ്ക്ക് വഴി ആദ്യം തുറക്കണം നമ്മുടെ ഉള്ളിലാണ്. ഹല്ലേലൂയ. ഈ ഉള്ളിൽ തുറന്ന വഴി അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇതാ നമ്മുടെ ഉള്ളിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ശുദ്ധീകരിക്കുക. പക്ഷേ നമ്മൾ മനുഷ്യൻ ശ്രദ്ധിക്കുന്നില്ല. ഉണ്ടോ? ഈ മോനെ നോക്കിയാൽ അറിയാം, ശ്രദ്ധിക്കുന്നതേ ഇല്ല. അതിനുള്ള പദ്ധതിയൊന്നും നമ്മൾ ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ വേണം ഇത് ശ്രദ്ധിക്കാനായിട്ട്. നമ്മുടെ ഉള്ളിലാണ് ആദ്യം വഴി തുറക്കുക. ഇനി സംബന്ധിച്ച് ആദ്യ ശുദ്ധീകരണം നടക്കണം നമ്മുടെ ഉള്ളിൽ. അതുവഴി നമ്മുടെ ഉള്ളിൽ വഴി തുറക്കാനിടയാകും. തുടർന്ന് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വരും, ഇങ്ങനെ അകത്ത് ശുദ്ധീകരിച്ചവരെ ചേർക്കാനായിട്ട്. അവർ ചേർന്ന് യേശു ക്രിസ്തു 1000 വർഷം യെരുശലേം തലസ്ഥാനമാക്കി ഈ ലോകത്തിൽ ദൈവരാജ്യത്തിൻ്റെ ഗവൺമെൻറ് കൊണ്ടുവരും. അപ്പോഴും യഹോവ ഇവിടെ എത്തിയിട്ടില്ല. ഹല്ലേലൂയ. യഹോവയുടെ ഭരണം ക്രിസ്തു മുഖാന്തരം സംഭവിക്കും. ക്രിസ്തു മുഖാന്തരം സംഭവിക്കും. അത് മുഖാന്തര ഭരണമാണ്, മുഖാന്തര ഭരണം. എന്നാൽ 1000 വർഷം ഭരണം കഴിയുമ്പോൾ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന്, ഭൂമിയെ ശുദ്ധീകരണം കൂടെ ആരും ദൈവത്തെ കാണത്തില്ല. ഭൂമിയിൽ നിന്ന് എല്ലാ ദുഷ്ടന്മാരെ നീക്കിക്കളയും. അതിനുശേഷം അപ്പോൾ ഭൂമിയുടെ ഭാഗത്ത് ദുഷ്ടന്മാരെ നീക്കി ശുദ്ധീകരിക്കപ്പെട്ടു. ഇനി ഇതുവരെയും പാഴ് ശൂന്യവുമായി കിടന്ന് ഈ ആകാശവും ഭൂമിയെയും മാറ്റിയിട്ട് നീതി വസിക്കുന്ന പുതിയ ആകാശവും ഭൂമിയും 1000 വർഷം ഒടുക്കം കൊണ്ടുവരും. അവിടേക്കാണ് പുതിയ യെരുശലേം ഇറങ്ങി വരുന്നത്. അവിടേക്കാണ് സ്വർഗസ്ഥ പിതാവും നമ്മോട് കൂടെ ആയിത്തീർന്നത്. ഇതുകൊണ്ടാണ് വിശുദ്ധ വചനം പറയുന്നത്, അപ്പോൾ ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. യഹോവയ്ക്ക് വഴിയായി. പിടുത്തം കിട്ടിയ? യഹോവയ്ക്ക് വഴിയായി. അന്നാളിൽ യഹോവയുടെ നാമം ഏകവും യഹോവ ഏകവും ആയിരിക്കും. സക്കറിയ പ്രവചനം അവിടെ നിവർത്തിക്കപ്പെടുകയാണ്. അന്നാളിൽ എന്ത് സംഭവിക്കും? പുത്രൻ എന്ത് ചെയ്യും? ശ്രദ്ധിച്ചു നോക്കുക. പുത്രൻ നമ്മളെ, സ്വന്തം രാജ്യക്കാരായ നമ്മളെ ദൈവരാജ്യമാക്കി പുത്രൻ ആരെ ഏൽപ്പിക്കും? പിതാവിനെ ഏൽപ്പിക്കും. എന്നിട്ട് പുത്രൻ എന്ത് ചെയ്യും? പിതാവിന് കീഴടങ്ങി. എന്നെ നോക്കിയേ, പിതാവിന് കീഴടങ്ങിയിരിക്കുക. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പുത്രൻ ഇല്ലെന്നല്ല, പുത്രൻ ഭരിക്കുന്നില്ലെന്നല്ല, ഇനി ഭരണം എൻ്റെ അപ്പൻ്റെയാ. മനസ്സിലായോ? അന്നാളിൽ യഹോവ ഏകനും യഹോവയുടെ നാമം ഏകവുമായിരിക്കും. അപ്പോൾ അതിനു മുമ്പോ യഹോവ മുഖാന്തര ഭരണമായിരുന്നു. മുഖാന്തര ഭരണം. തൻ്റെ പുത്രൻ മുഖാന്തരം വാഴുന്നു, തൻ്റെ രാജാക്കന്മാർ മുഖാന്തരം വാഴുന്നു, തൻ്റെ ന്യായാധിപന്മാർ മുഖാന്തരം വാഴുന്നു. മനസ്സിലായോ? ഹല്ലേലൂയ. വല്ല മുഖാന്തര. എന്നാൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ, എങ്ങനെ? അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥനയുടെ ഉത്തരം വെളിപ്പാട് 21:3 സാധിക്കും. ഹല്ലേലൂയ. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അവിടെ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. എൻ്റെ മക്കളെ, അതാണ് സുവിശേഷം. ധൂർത്തപുത്രൻ മടങ്ങി വന്ന് അപ്പനോടുകൂടെ പാർത്തു. അതാണ് സുവിശേഷം. യേശു 3.5 വർഷം പ്രസംഗിച്ചത് ദൈവരാജ്യം
സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുക. ദൈവത്തിൻ്റെ വചനം 1 തെസ്സലോനിക്കർ 5:9-10 പറയുകയാണ്, ദൈവം നമ്മളെ വിളിച്ചത് കോപത്തിനല്ല, നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന്. ഇതാ ദൈവത്തോടു കൂടെ, മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന് യേശുക്രിസ്തു, അതാണ് ഈ രക്ഷയുടെ സുവിശേഷം. നമ്മൾ പറയുന്ന സുവിശേഷം യേശുക്രിസ്തു മുഖാന്തരം രക്ഷ പ്രാപിക്കാൻ അത്രേ നമ്മളെ നിയമിച്ചത്. ഇതാണ് സുവിശേഷത്തിൻ്റെ ഉള്ളിലെ സുവിശേഷം. ഹല്ലേലൂയ. യേശു പ്രസംഗിച്ച സുവിശേഷം നാം ദൈവത്തോടു കൂടെ ജീവിക്കണം. അതാണ് ധൂർത്തപുത്രൻ മടങ്ങി വന്ന അപ്പനോടുകൂടി ജീവിക്കുന്നത്. എന്നാൽ അതിനുവേണ്ടിയുള്ള വഴിയാണ് കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തുറന്നത്. അതാണ് സുവിശേഷത്തിൻ്റെ ഉള്ളിലെ സുവിശേഷം. മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടും നമുക്ക് വേണം. അതുകൊണ്ടാണ് പഴയകാല അപ്പസ്തോലന്മാർ മുഴുവനും പ്രസംഗിച്ചത് ദൈവരാജ്യത്തെയും, ദൈവരാജ്യത്തെ സ്വർഗ്ഗസ്ഥ പിതാവ്, ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അവരറിയിച്ചു. ഹല്ലേലൂയ. അവരറിയിച്ചു. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും അവരെ അറിയിച്ചു. ഹല്ലേലൂയ. ഫിലിപ്പോസ് ശമര്യയിൽ ചെന്ന് ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിനെയും കുറിച്ച് അറിയിച്ചു. പൗലോസ് കൂലിക്കെടുത്ത വീട്ടിൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിനെയും കുറിച്ച് അറിയിച്ചു. പൗലോസ് എഫെസസിലെ മൂപ്പന്മാരോട് ദൈവരാജ്യത്തെക്കുറിച്ചും ഇതാ യേശുക്രിസ്തുവിനെ കുറിച്ചും അറിയിച്ചു. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും യേശുവിനുള്ള വിശ്വാസം അറിയിച്ചു. എന്നാൽ ഇന്ന് പിശാചിനാൽ വശീകരിക്കപ്പെട്ട സഭ ഇതങ്ങ് ഒഴിവാക്കി, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പിതാവിനെ കുറിച്ചുള്ള പദ്ധതി ഒഴിവാക്കിയിട്ട് യേശുവിനെ മാത്രം പ്രസംഗിച്ചു. ഇതോടുകൂടി പിശാചി ജയിച്ചു. ഇവർ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു. ശുദ്ധീകരണം ഒന്നിൻ്റെ ഉള്ളിൽ നടക്കുന്നില്ല, ആത്മാവിൻ്റെ ശുദ്ധീകരണം നടക്കുന്നില്ല. അവസാനം ഇവരവിടെ ചെല്ലുന്നു. കർത്താവ് യേശു പറയുന്നു, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത്. ദൈവദാസന്മാരോട് സംസാരിക്കാൻ പോലും നിന്നില്ല. അവരോട് നേരിട്ട് പറഞ്ഞു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടാനിടയെ. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ, ഇതിലെന്തെങ്കിലും കമൻ്റ് എഴുതണമെങ്കിൽ ചുമ്മാ കമൻ്റ് എഴുതാതെ വചനം സപ്പോർട്ട് ചെയ്ത് എഴുതുക, അല്ലെങ്കിൽ നീ ഒരു നുണയനാ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സർവ്വ മനുഷ്യരും ഭോഷ്ക് പറയുന്നവരെന്ന ഒരു ദൈവം സത്യവാൻ. അതിൻ്റെ അർത്ഥം ദൈവവചനമാണ് സത്യം. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ആർക്കും ചോദിക്കുക, ഇതിൽ വചനപ്രകാരം അവിടെ തെറ്റി ഇവിടെ തെറ്റിങ്കിൽ വചനപ്രകാരം ചൂണ്ടിക്കാണിക്കുക. ഇതാണ് യഹോവയ്ക്ക് വഴിയൊരുക്കുക. പിടുത്തം കിട്ടിയോ? ഇത് നടക്കുന്നത് അവസാനമാണ്, ഏറ്റവും അവസാനമാണ് നടക്കുന്നത്. അത് 3 ശുദ്ധീകരണം കഴിയണം. ആദ്യം ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളു ശുദ്ധീകരിക്കുന്നു. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശുദ്ധീകരണം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മളുടെ ശുദ്ധീകരണം തന്നെ. ഹല്ലേലൂയ. വേറെ ഒന്നുമല്ല, ഇത് വിട്ടുപോയത് വേറൊന്നും കാണിച്ചതല്ല. വിട്ടെ വേറൊന്നും കാണിച്ചതല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ സഭയുടെ അവസ്ഥ കാണിച്ചതാണ്. മനസ്സിലായോ? ഇന്നത്തെ സഭ എവിടെ കണക്ഷൻ ഇല്ല. മറ്റൊരു യേശു. ഹല്ലേലൂയ. ഇത് ഓർഗൻ മതളം അടിച്ചാലേ ഒരു അത് കാണിച്ചതാ. മനസ്സിലായോ? ഹല്ലേലൂയ. ഞാൻ അറിഞ്ഞില്ല ഈ സംഭവം നടന്നത്. നമ്മളും അറിഞ്ഞില്ല സഭയിൽ നടന്നതല്ലേ. ഹല്ലേലൂയ. അപ്പോഴാണ് നല്ല ദൈവദാസന്മാരെന്ത് ചെയ്യും? കൂട്ടിച്ചേർക്കും. ഇതാണ് പൗലോസിനെ പോലെയുള്ള ദൈവത്തിൻ്റെ ദാസന്മാരെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയും, those that turn the world upside down come hither also. ലോകത്തെ തലകീഴായി മറിക്കുന്ന ദൈവദാസന്മാരോട് വന്നിട്ടുണ്ടെന്ന്. അതായത് പിശാച് തലതിരിച്ചതിനെ നേരെയാക്കുന്ന ദൈവദാസന്മാരോട് വന്നിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. ഇനി അങ്ങനെ ഉണ്ടാകട്ടെ നമ്മുടെ ഇടയിൽ. ഹല്ലേലൂയ. അപ്പോൾ 3 ശുദ്ധീകരണം കഴിയണം. 1, ഇന്ന് പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണം. അതാണ് ആത്മാവിൻ്റെ ശുദ്ധീകരണം. 2, യേശുക്രിസ്തു ഇവിടെ കടന്നു വരികയും 1000 വർഷം ഭൂമിയിൽ ഭരിച്ചിട്ട് ഭൂമിയിലെ എല്ലാ ദുഷ്ടന്മാരെയും നീക്കി ഇവിടെ ശുദ്ധീകരിക്കണം. 3, ഈ പഴയ ആകാശവും ഭൂമിയും മാറ്റിയിട്ട് നീതി വസിക്കുന്ന പുതിയ ആകാശവും ഭൂമിയും ഇവിടെ വരണം. 3ാമത് ശുദ്ധീകരണം. 3 പുറമാവിൽ ഒളിച്ചു വെച്ച പുളിപ്പാണ് ദൈവരാജ്യം. മനസ്സിലാവുന്നുണ്ടോ? അവിടേക്കാണ് പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നത്. അവിടേക്കാണ് അപ്പൻ ഇറങ്ങി വരുന്നത്. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ. ദൈവം മനുഷ്യരോട് കൂടെ പാർക്കും. അന്ന് യേശു കർത്താവ് ഈ ജനത്തെ, മനുഷ്യ കിങ്ഡമായിരുന്ന ഈ ജനത്തെ ദൈവ കിങ്ഡമാക്കി മാറ്റിയിട്ട് പിതാവിനെ ഏൽപ്പിക്കും. ഈ അപ്പന് കീഴടങ്ങി ഇരിക്കും. ഇതാണ് വിശുദ്ധ ബൈബിളിൻ്റെ സന്ദേശം. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് ഒരുമിച്ച് യഹോവയ്ക്ക് വഴിയൊരുക്കാം. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ നമുക്കത് ചെയ്തെടുക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാം അതിനായി വഴി നടത്തട്ടെ. കണ്ണിലടയ്ക്കാം, പ്രാർത്ഥിക്കാം. കട്ട് ആൻഡ് റിലീസ്. ഹല്ലേലൂയ. ഇമ്മീഡിയറ്റ്. ശ്രദ്ധിച്ചാട്ടെ. താങ്ക് യു. എല്ലാവർക്കും, അപ്പച്ചനും കൂടെയുള്ള എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഹല്ലേലൂയ. ഇനി നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ. ഇപ്പോൾ ആത്മാവിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെല്ല്. അറിയാതെ ആണെങ്കിലും പറഞ്ഞു യേശുവെ ഹൃദയത്തിലേക്ക് വരണമെന്നൊക്കെ ഓർക്കുണ്ടോ? ചെല്ല്. ചെന്നിരുന്നാട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദേവദാസന്മാർ ആരെങ്കിലും ഒരാൾ മുന്നോട്ടേക്ക് വന്നാട്ടെ. വി താങ്ക് യു ഹെവൻലി ഫാദർ. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ. ഓൺലൈനിലായിരിക്കുന്നവരും
കേട്ട സന്ദേശത്തിൻ്റെ ബഹുമാനാർത്ഥം ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റാണ്. എത്രയോ ശ്രേഷ്ഠമായിട്ടാണ് ദൈവം നമ്മളെ കാര്യങ്ങൾ അറിയിക്കുന്നത്. ഓ ലോർഡ്, ഐ ലവ് യു. ലോർഡ്, ഐ ലവ് യു. ലോർഡ്, ഐ ലവ് യു. അപ്പാ നന്ദി. ദൈവത്തോട് നന്ദി പറഞ്ഞേ. ദൈവത്തോട് നന്ദി പറഞ്ഞേ. അങ്ങനെ ഈ സത്യം അറിയിച്ചതിനായി നന്ദി. ഓ ലോർഡ്, ഐ ലവ് യു. ഒരു ഗുളിക കഴിക്കുമ്പോൾ എൻ്റെ അസുഖം മാറുന്നു എന്ന വിശ്വാസത്തിലാണ് ഞാൻ കഴിക്കുന്നത്. പക്ഷേ ആ ഗുളിക എന്നെ ലക്ഷ്യത്തിലെത്തിക്കാറില്ല. പക്ഷേ ഇവിടെ യേശു പറഞ്ഞു, എന്നെ തിന്നുന്നവൻ ഞാൻ മുഖാന്തരം ജീവിക്കും. ഹല്ലേലൂയ. അതിനായി നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഹല്ലേലൂയ. നമ്മൾ കേട്ടു എവിടെ നിന്നാണ് ജീവൻ ആരംഭിക്കുന്നത്? താൻ മാത്രം അമർത്യതയുള്ള പിതാവിൽ നിന്ന് ജീവൻ ആരംഭിക്കുന്നു. അത് ക്രിസ്തുവിന് കൊടുക്കുന്നു. ക്രിസ്തു അത് നമുക്ക് തരുന്നു. ഹല്ലേലൂയ. ജീവൻ നാം പ്രാപിച്ചോ ഉള്ളതിൻ്റെ തെളിവാണ് ഇനി വിശ്വസിച്ചിൻ്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവനത്തിന് നദികൾ ഒഴുകും. അതൊഴുകട്ടെ, അതൊഴുകട്ടെ. ദൈവം അതിനായി ഏവരെ സഹായിക്കട്ടെ.